പല കാരണങ്ങൾ കൊണ്ടും. ലിറ്റ്മസ് 24-ൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നോർത്ത് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ലിറ്റ്മസ് 24-ൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയോ അതുമല്ലെങ്കിൽ പണമില്ലാത്ത മറ്റൊരു വ്യക്തിയോ സ്പോൺസർ ചെയ്യാൻ നിങ്ങൾക്കും അവസരമുണ്ട്. essensglobal.com എന്ന വെബ്സൈറ്റിൽ സ്പോൺസർഷിപ്പ് ടിക്കറ്റ് എന്ന വിഭാഗത്തിൽ പോയി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തോ അതുമല്ലെങ്കിൽ ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾക്ക് ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളിയാവാം. കൂടുതൽ വിവരങ്ങൾക്ക് 8714-011-099 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഷാജൻ സ്കറിയയ്ക്കും നമസ്കാരം. താങ്കളോട് കുറേ കാലമായിട്ട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇന്ന് ഇവിടെ പറയാമെന്ന് വിചാരിക്കുകയാണ്. പറയാമെന്ന് വിചാരിച്ചത് എന്ന് മാത്രമല്ല, പല വാർത്തകളും ഷാജൻ സ്കറിയ എന്ന് പറയുന്ന കേരളത്തിൽ ഇന്ന് ഏറെ ആളുകൾ ശ്രദ്ധിക്കുന്ന വാർത്തകളുടെ ഒരു നിജസ്ഥിതി അറിയാനായാലും അതല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ ഒരു വ്യത്യസ്തമായ ആംഗിളിൽ കാര്യങ്ങൾ അറിയാനൊക്കെ ആരെങ്കിലും ശ്രമിച്ചാൽ അതിലാദ്യം ഓടിയെത്തുന്ന ഒരു ചാനൽ അത് ഓൺലൈൻ മീഡിയ, അതിൽ തന്നെ ഷാജൻ സ്കറിയയുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിലാണ്. ആ ഒരു ചാനലിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ പലപ്പോഴും അതിനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായമായിട്ടായാലും അല്ലെങ്കിൽ വിയോജിപ്പുള്ള അഭിപ്രായം ആയിട്ടാണെങ്കിലും പലപ്പോഴും നമുക്കങ്ങനെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യമാണ്, സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ഒരു വീഡിയോ കാണാൻ ഇടയായപ്പോൾ അതുമായി ചേർത്ത് വെച്ചുകൊണ്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഷാജൻ സ്കറിയ അത് കൃത്യമായിട്ട് കേൾക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വലിയ ഒരു അഭ്യർത്ഥന. അതുകൂടാതെ ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമായിക്കൊണ്ട് ചില വാർത്തകൾ ഞാൻ ചേർക്കുന്നുണ്ട്. ആ വാർത്ത ചേർക്കുന്നതിനൊരു കൃത്യമായ ഉദ്ദേശമുണ്ട്, അത് വഴിയെ പറയാം. എന്തായാലും അതുകൂടി കേട്ട് മനസ്സിലാക്കിയാലാണ് നമ്മൾ ഈ പറയുന്നതിൻ്റെ ആകത്തുക നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രണ്ട് ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ രണ്ട് ചാനലിൽ ഇതുപോലെ ലൈവ് സ്ട്രീം പോകുന്നുണ്ട്. നമ്മളെ ബാക്കപ്പ് ചാനലിലുണ്ട്, ഹലോ ഫ്രീന്ദിക്കാർ എന്ന് പറയുന്ന ചാനലിൽ. അപ്പോൾ അവിടെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും എല്ലാവരും ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുകൂടാതെ മറ്റു രീതിയിൽ അതിനുവേണ്ടി നിലകൊള്ളാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ്, സപ്പോർട്ടിംഗ് ഓപ്ഷൻസ്, അത് ഡിസ്ക്രിപ്ഷനിലുള്ളത് നിങ്ങൾ കണ്ടെത്തി അത് ഉപയോഗിക്കണം എന്നും കൂടി ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ്. നേരെ വിഷയത്തിലേക്ക് വരികയാണ്. ഈ ഒരു വീഡിയോ ആണ് ഇന്ന് വൈകിട്ട് കാണാൻ ഇടയായത്. ഷാജൻ സ്കറിയ വളരെ അസ്വസ്ഥനായിക്കൊണ്ട് തന്നെ ഇതിനകത്ത് പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നു. ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം നമുക്കിവിടെ പ്ലേ ചെയ്യാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന വാർത്ത ചാനലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതും ഒന്ന് നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആ വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം ആദ്യം ഒന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. ഒന്ന് പ്ലേ ചെയ്യാണ്. നമസ്കാരം. മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായി വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ആ കൂട്ടത്തിലല്ല ഞാൻ. മുസ്ലിം ലീഗ് കേരളത്തിൻ്റെ ഭാഗ്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം രാജ്യത്ത് തന്നെ ഏറ്റവും അധികം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റ് മതങ്ങളെക്കാൾ തീവ്രമായ വിശ്വാസം മുസ്ലിം സമുദായത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തെ വഴിതെറ്റിക്കാനും ആഗോള വ്യാപകമായുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട നടപ്പിലാക്കി റാഡിക്കലൈസ് ചെയ്യാനുമുള്ള നീക്കം എല്ലായിടത്തുമുണ്ട്. ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടനയെ ആദരിച്ച് ഈ ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യം ആസ്വദിച്ച് ഈ രാജ്യത്തിൻ്റെ ഭാഗമായി ജീവിക്കാൻ മുസ്ലിം ജനതയെ പ്രേരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുസ്ലിം ലീഗ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ബാബറി മസ്ജിദ് തകർന്നിട്ടും അന്ന് ഇവിടെ ഒരു കലാപവും ഉണ്ടാകാതെ പോയത്. മുസ്ലിം ലീഗ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് വളഞ്ഞ വഴിയിലൂടെ സ്വാധീനമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും അത് വിജയിക്കാതെ പോയത്. ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും SDPIയും സോളിഡാരിറ്റിയും ഒക്കെ ഇന്ന് നാമമാത്രമായി ഇവിടെ തുടരുന്നതിൻ്റെ കാരണം ലീഗ് ശക്തമായി ഉള്ളത് കൊണ്ടാണ്. ലീഗിന് മത താല്പര്യങ്ങളുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ലീഗ് വ്യഗ്രത കാട്ടാറുണ്ട്. അതിലെന്താണ് കുഴപ്പം? ഇവിടെ എല്ലാ മനുഷ്യർക്കും ഭരണഘടനാപരമായി
ഏതെങ്കിലും മതം പ്രാക്ടീസ് ചെയ്യാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. ആ അവകാശം സംരക്ഷിക്കുമ്പോൾ തന്നെ അവരുടെ രാഷ്ട്രീയ സാമൂഹിക അവകാശങ്ങൾ കൂടി ഉയർത്തിപ്പിടിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് വന്നാൽ അതിലൊരു കുറ്റവും ഞാൻ കാണുന്നില്ല. BJPക്കും RSSനും ഹിന്ദുവിൻ്റെ ക്ഷേമത്തോടും ഹിന്ദുവിൻ്റെ താല്പര്യങ്ങളോടും കൂടുതൽ ഐക്യദാർഢ്യമുണ്ടെങ്കിൽ, കേരള കോൺഗ്രസിന് ക്രിസ്ത്യാനികളുടെ താല്പര്യത്തോട് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ, മുസ്ലിം ലീഗിന് മുസ്ലിം താല്പര്യത്തോടും കൂടുതൽ താല്പര്യം കാട്ടാം. ഒരു തെറ്റുമില്ല. അങ്ങനെ ഓക്കെ, ഈ ഒരു സംഗതിയാണ് ഒന്നാമതായിക്കൊണ്ട് ഇങ്ങനെ ഒരു റെസ്പോൺസ് നടത്താൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെ വേണമെങ്കിൽ ഞാൻ തുടക്കത്തിലേ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞു നിർത്തിയ ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് BJP അതുപോലെ ക്രിസ്ത്യൻ സഭയെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടികൾ, ഇവർക്കൊക്കെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുണ്ട് എങ്കിൽ ഇവിടെ മുസ്ലിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന് ഇവിടെ ഉണ്ടാകാം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഷാജൻ സ്കറിയ അറിയാൻ വേണ്ടിയിട്ടും കൂടി പറയുകയാണ്, നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾ പറയുന്ന രീതിയിൽ ഇത് ഒരു ഈ തരത്തിലുള്ള ന്യായങ്ങൾ നിരത്തുന്ന പല മേഖലയിലുള്ള ആളുകളെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനൊരു വിശ്വാസിയായിരുന്ന സമയത്ത് പോലും ഈ വിഷയത്തെ കണ്ടിരുന്നതും ഇതേ കണ്ണോടുകൂടി തന്നെ ആയതുകൊണ്ട് ഇതിൽ മറിച്ചൊരു ചിന്ത വന്നതും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളെടുത്തിട്ടുള്ള നിലപാടുകൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളൊക്കെ സംഘീച്ചാപ്പ ഏറ്റുവാങ്ങേണ്ടി വന്നതും വർഗീയവാദി എന്ന ഒരു വിളിപ്പേര് ഏറ്റെടുക്കേണ്ടി വന്നതും എല്ലാം ഇവിടെ ഇരിക്കെ തന്നെ ഞാൻ പറയുകയാണ്, ചില കാര്യങ്ങൾ ഇവിടെ തിരുത്തിയേ പറ്റുള്ളൂ എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ പറഞ്ഞത് എന്താണ്, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നു. ഏത് രീതിയിലാണ് ഭാഗ്യം ആവുക? ഇവിടെ സംഘപരിവാർ രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ തോതിൽ നമ്മൾ പറയാറുണ്ട്. അത് വലിയ പ്രശ്നമാണ് എന്ന് നമ്മൾ പറയുന്നു. സംഘപരിവാർ എന്ന് പറയുന്ന ഒരു ആശയവും അത് രൂപീകൃതമാകുന്നതിനുണ്ടായ പശ്ചാത്തലവും ആ കാരണങ്ങളും ഇതെല്ലാം നമ്മൾ പരിശോധിച്ച് നമ്മൾ പിന്നോട്ട് സഞ്ചരിക്കുകയാണ് എന്ന് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുക, ഇവിടെ ആദ്യമുണ്ടായി വന്നത് ഈ ന്യൂനപക്ഷ വർഗീയതയും അതിൻ്റെ വേര് പിടിച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗ് എന്നൊക്കെ തന്നെ നമ്മൾ പണ്ട് പേരിട്ട് വിളിച്ചിട്ടുള്ള ചില സംഘടനകളും അവർ മുന്നോട്ട് വെച്ച ചില കൃത്യമായ രാഷ്ട്രീയങ്ങളുമാണ്. ഇത് ഉണ്ടായതിന് ശേഷം ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങൾക്ക് ഒടുവിൽ ഇവിടെ ജനസംഘം, അതിനുശേഷം ഹിന്ദു മഹാസഭ, ഇതുപോലെയുള്ള പല സംഗതികളിലൂടെ വന്ന് ഇന്ന് നമ്മൾ കാണുന്ന സംഘപരിവാർ എന്ന് വിളിക്കുന്ന തലത്തിലേക്ക് ഒരു അംബ്രല ഓർഗനൈസേഷനായിട്ട് വന്നതും, അതുപോലെ BJP എന്ന് പറയുന്ന ഒരു റൂളിംഗ് പാർട്ടിയായിട്ട് മാറുന്നതെല്ലാം നമ്മളിവിടെ കാണുകയാണ്. അവിടെ തന്നെ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഹിന്ദു ജനത അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്ന് പറയുന്ന മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ആളുകളെ മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്നതാണോ ഇവിടുത്തെ BJP? അവരെയാണോ സത്യത്തിൽ അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ ശ്രദ്ധിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ഉറ്റുനോക്കുന്ന ഒരു കൂട്ടം ആളുകൾ? അങ്ങനെയല്ല. എന്നാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്ന എന്താണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നമ്മളുടെ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ നമ്മൾ ഭരണത്തിലേറണം എന്ന വളരെ വികലമായ ഒരു ചിന്തയാണ് ഇവിടെ കൊണ്ടുവന്ന് വെക്കപ്പെടുന്നത്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. പണ്ടും നമ്മളൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത് ഇതേ രീതിയിൽ തന്നെയായിരുന്നു. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ ഞാൻ മുസ്ലിമായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ മുസ്ലിമായിട്ടുള്ള ഒരു നേതാവ് ഭരണത്തിലേറണം, എന്നാലേ അത് ലഭിക്കുകയുള്ളൂ എന്ന ചിന്ത. അത് തെറ്റാണ്. ഇത് തെറ്റാണെന്ന് മാത്രമല്ല, ബാക്കിയുള്ള ആളുകളെ കൊണ്ടുകൂടി ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ ഹിന്ദുവായിട്ടുള്ള ഒരാൾ ഭരണത്തിലേറണം എന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കാനും കൂടി ഭാഗമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കാരണമാകുന്ന രീതിയിൽ ഇന്ന് മുസ്ലിം ലീഗ് ഭവിച്ചു നിൽക്കുന്നു. ഒന്ന്. ഇതേ രീതിയിൽ മറ്റുള്ള എല്ലാ ഐഡൻറ്റിറ്റി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക്, ദളിതനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദളിതനായാൽ മാത്രമാണ് ദളിതനായ ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ അവിടെ ഭരണത്തിലേറണം, എന്നാലേ സ്ത്രീകൾക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു വെക്കപ്പെടുന്നു. ഏത് മേഖലയിൽ ഏത് ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ നോക്കിയാൽ ജാതീയ അടിസ്ഥാനത്തിൽ പോലും ഇന്നിവിടെ ഈ തരം സാധനം തന്നെയല്ലേ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഈഴവൻ എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ ഈഴവൻ ഭരണത്തിൽ വരണം, ക്രിസ്ത്യാനിക്ക് ലഭിക്കണമെങ്കിൽ ക്രിസ്ത്യാനി വരണം. ഇങ്ങനെ പോകുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഈ ഇന്ത്യൻ ജനത അല്ലെങ്കിൽ ഇന്ത്യ എന്ന നിലയ്ക്ക് നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളാണ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഈ ജനാധിപത്യ സംവിധാനത്തിൽ
ഇത്തരത്തിൽ ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ കുട്ടിച്ചോറാക്കാൻ പാകപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇവിടെ ആദ്യം ഉദയം ചെയ്ത ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗ് അല്ലേ? ഇങ്ങനെയുള്ളൊരു സാധനത്തെ അല്ലേ സത്യത്തിൽ നമ്മളിവിടെ നമ്മുടെ ഭാഗ്യമെന്ന് നമ്മൾ അറിയാതെയാണെങ്കിലും അല്ലെങ്കിൽ താങ്കൾ ഇവിടെ വിശേഷിപ്പിക്കുന്നത്? അത് ശരിയാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരിയല്ല അല്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം. അത് പറയുന്നത് ശരിയല്ല എന്ന് തന്നെ നമ്മൾ പറയണമെന്നുമാണ് ഞാൻ പറയാം. പകരം എന്താ വേണ്ടത്? ജനാധിപത്യത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ആർക്ക് വേണ്ടി ഭരിക്കണമെങ്കിലും ആർക്ക് വേണ്ടി ഇവിടെ ഭരണത്തിലേറണമെങ്കിലും അത് ആരുമാകാം എന്നുള്ളതല്ലേ ഇവിടുത്തെ ഐഡൻറ്റിറ്റി. ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നല്ലേ നമ്മൾ പറയുന്നു. ഫോർ ദ മുസ്ലിം ബൈ ദ മുസ്ലിം എന്നോ ഫോർ ദ ഹിന്ദു ബൈ ദ ഹിന്ദു എന്നോ അല്ലല്ലോ ഇവിടെ പറയുന്നത്. ഇവിടെ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന് പറയുമ്പോൾ അതല്ലേ നമ്മളിവിടെ ഉയർത്തിപ്പിടിക്കണം. അതിൻ്റെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള ഐഡൻറ്റിറ്റി കൊണ്ട് വെച്ചുകൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ ഇത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഇത് പല കാര്യങ്ങളിലും തടസ്സം സൃഷ്ടിക്കുന്നു എന്നും കൂടി വരുമ്പോൾ ഇത് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഹൈദരാബാദിലും എല്ലാം നമ്മൾ കാണുന്നു. ഒവൈസിയെ പോലെയൊക്കെയുള്ള ആളുകൾ വന്ന് അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോലും നമ്മളെടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും ഇത് പിന്തിരിപ്പനായിട്ട് നിൽക്കുന്നില്ലേ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമതായിക്കൊണ്ട് ഷാജൻ സ്കറിയോട് എനിക്ക് പറയാനുള്ളത്, ഈ രീതിയിൽ ഇത് നമ്മുടെ ഒരു ഭാഗ്യമാണ് എന്ന് പറയുമ്പോൾ ഭാഗ്യമല്ല എന്ന് മാത്രമല്ല, നമ്മുടെ നാടിനെ ഈ രീതിയിൽ ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൽ പ്രത്യേകിച്ച് മുസ്ലിം എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി അത് കൊണ്ടു നടക്കുന്ന ആളുകളിലേക്ക് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വികലമായ ചിത്രം വെച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ നിങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ചെറുതോ വലുതോ ആയിക്കോട്ടെ, അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അത്ര തീവ്രത ഇല്ല എന്ന് പോലും ഇവിടെ താങ്കൾ പറഞ്ഞു, എങ്കിൽ പോലും അത് തെറ്റായ ആശയമാണ് എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. അത് ശരിയല്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ പറഞ്ഞല്ലോ, പോപ്പുലർ ഫ്രണ്ട്, വെൽഫെയർ പാർട്ടി, SDP ഇതുപോലെയൊക്കെയുള്ള വലിയ വലിയ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ഒളിഞ്ഞും തെളിഞ്ഞും രാഷ്ട്രീയത്തെ റാഞ്ചാൻ നോക്കിയപ്പോൾ അതിന് പിടികൊടുക്കാതെ ഇവിടെ ഈ സമുദായത്തെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ കേരള ജനതയെ മൊത്തത്തിൽ ഇവിടെ സംരക്ഷിക്കുന്നതിന് മുസ്ലിം ലീഗിന് വലിയ പങ്കുണ്ടായി എന്നാണ് പറയുന്നത്. ഇതേ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ രണ്ടാമതൊന്ന് ആലോചിക്കണ്ടേ? ഇതാണ് എനിക്ക് അവിടെ രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിലെ വിഷയം വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജും തമ്മിലുള്ളൊരു പ്രശ്നം, അത്ര ഇവിടെ ഉള്ളൂ. ഇവിടെ ഹൈ വോൾട്ടേജ് അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ മുസ്ലിം ലീഗ് ലോ വോൾട്ടേജ് ആയിട്ട് നിൽക്കുന്നത്. ഈ ലോ വോൾട്ടേജ് മാത്രമാകുന്ന ഒരു അവസ്ഥ വന്നുവെന്ന് വിചാരിക്കാം. അതായത് മറ്റുള്ള എല്ലാ സംഗതികളെയും ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് ഒരു യൂണിഫിക്കേഷൻ, ഒരു കൺസോളിഡേഷൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യത ഇവിടെ ഉണ്ട്. സാധ്യം ആണ് എന്നും ഇരിക്കെ പൊതുശത്രു മുന്നിൽ വന്നാൽ, സംഘപരിവാർ എന്ന ഒരു പൊതുശത്രുവിനെ മുന്നിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ ഈ വെൽഫെയർ പാർട്ടിയും SDP-യും മുസ്ലിം ലീഗ് ഒക്കെ ഒന്നായി മാറും, ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ഇവിടെ ഉണ്ടാവുക? അത് 1947 നമ്മളെ പഠിപ്പിച്ചതല്ലേ? അങ്ങനെയല്ലേ ഇവിടുന്ന് പാകിസ്ഥാൻ ഉണ്ടായത്, ബംഗ്ലാദേശ് ഉണ്ടായത്? ഇവിടെ ഒരു വിഭജനം ഉണ്ടായതിൻ്റെ കാരണം ഇതേ മുസ്ലിം ലീഗിൻ്റെ ഒരു പഴയ രൂപമല്ലേ? ആ സാധനം അന്ന് പിരിച്ച് വിടുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ അതിൽപ്പെട്ട പല ആളുകളും കൂടി ചേർന്നല്ലേ ഇന്ന് കാണുന്ന ഈ കേരളത്തിലെ മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടായത്. ഇത് ഇന്നും ആ ഒരു വിഭജനത്തിൻ്റെ മുറിപ്പാട് പോലും ഉണങ്ങാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഓർമ്മകൾ ആളുകളിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ഈ വിഭജനത്തിൻ്റെ, ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് വെച്ചുകൊണ്ടുള്ള ഈ വിഭാഗീയതയുടെ ഒരു രാഷ്ട്രീയം അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാധനമല്ലേ സത്യത്തിൽ ഈ മുസ്ലിം ലീഗ്? അതല്ലേ ഇവിടെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നിലവിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഇടയിലുള്ള ഇന്ന് നിലവിൽ നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? കേരളത്തിലെ ഈ ഒരു വിശ്വാസ ഭൂമിക നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വലിയൊരു ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിലേറ്റവും പ്രധാനമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് പോലും നടക്കുന്ന തലത്തിലേക്ക് വിദ്യാഭ്യാസം കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന ഈ കേരളത്തിൽ നിന്നുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എത്തപ്പെടുന്നു എന്ന് വരുമ്പോൾ അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. അത് കേരളത്തിൽ മാത്രം കാണുന്നൊരു പ്രശ്നമല്ല, ആഗോളതലത്തിൽ തന്നെ കാണുന്നൊരു പ്രശ്നമാണ്. മുസ്ലിങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഒരു എക്സ്ട്രീമിസത്തോടുള്ള ഒരു അഭിനിവേശം അതിവിടെ ഉണ്ട്. ആ അഭിനിവേശത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇതിൽ നിങ്ങൾ പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരനായാലും ഇവിടെ പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ലോ വോൾട്ടേജ് ആയാലും വലിയ വ്യത്യാസമില്ലാത്തൊരു കാലഘട്ടമാണ് ഇവിടെ വരിക. അതിനുള്ള കൃത്യമായ ലക്ഷ്യങ്ങളും ലക്ഷണങ്ങളും നമുക്കിവിടെ കാണാൻ സാധിച്ചില്ലേ? കുറച്ച് നാളുകൾക്ക് മുന്നേ മുഖ്യമന്ത്രിയുടെ മകളും മരുമകനും
റിയാസും വീണയും കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ നേതാവല്ലേ പറഞ്ഞത് അത് വ്യഭിചാരമാണ് എന്ന രീതിയിൽ. ഇത് പറയുമ്പോൾ അവർ ഇസ്ലാമിൻ്റെ നിയമമല്ലേ അവിടെ എടുത്തു വെച്ച് പറഞ്ഞത്? ഈ ഇസ്ലാമിൻ്റെ നിയമം പറഞ്ഞു, അത് ശക്തമായി പറഞ്ഞു എന്നതിൻ്റെ പേരിലല്ലേ പോപ്പുലർ ഫ്രണ്ടുകാർ വലിയ പ്രശ്നക്കാരാണെന്ന് ഷാജൻ സ്കറിയയ്ക്ക് തോന്നിയത്? ഈ പോപ്പുലർ ഫ്രണ്ടുകാർ പറയുന്ന ഇസ്ലാമിൻ്റെ അതേ വേർഷനിലുള്ള അല്ലെങ്കിൽ അതേ സാധനം തന്നെയല്ലേ ഈ മുസ്ലിം ലീഗിൻ്റെ ആളും പറഞ്ഞത്? എന്താ വ്യത്യാസമുള്ളത്? ഇനി ഷാജിയെ പോലെയുള്ള KM ഷാജിയെ പോലെയുള്ള ആളുകൾ എന്താ പറഞ്ഞത്? ഈ മുസ്ലിം ലീഗിൽ നിന്നും പുറത്തു പോകുന്ന ആൾ അവൻ ലീഗിൽ നിന്നുമല്ല പോകുന്നത്, അവൻ ദീനിൽ നിന്നുമാണ് പോകുന്നത് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചത് ഇതേ ആളുകളല്ലേ? അപ്പോൾ സത്യത്തിൽ ഇവർ പൊക്കി വെക്കുന്നത് മതം തന്നെയല്ലേ? രാഷ്ട്രീയമാണോ? ഐഡൻറ്റിറ്റിയൊക്കെ ആകാമെന്നൊക്കെ പറയുമെങ്കിലും കൃത്യമായിട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രാഥമിക അംഗത്വം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് പോലും വെക്കുന്നത് മുസ്ലിം ആവുക എന്ന നിലയിലേക്ക് വരുമ്പോൾ അത് ഈ അടുത്ത് എന്തോ അമെൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഭരണഘടനയിൽ ആ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് കാണുമ്പോൾ അവിടെ എങ്ങനെയാണ് അങ്ങനെ ഒരു സാധനത്തെ എടുത്തു വെച്ചിട്ട് അത് BJP പോലെയാണ് എന്ന് പോലും പറയാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. BJPയോട് എതിർക്കേണ്ട സ്ഥലങ്ങളിലും തലങ്ങളിലൊക്കെ എതിർക്കാം, പക്ഷേ അവർ ചെയ്യാത്തതോ അല്ലെങ്കിൽ അവർ വ്യത്യസ്തമായി നിൽക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളെ കാണാതിരിക്കാനും പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് ഇത് രണ്ടും കൊമ്പ് കോർക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അതിനുള്ള മറുപടിയാണ് ഇത് എന്നുള്ള രീതിയിൽ ലോകം മൊത്തം, ഇന്ത്യ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ കാണണ്ടേ? BJPയിൽ ഞാൻ പറയുന്നു, ഏതൊരു മുസ്ലിമിന് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ജനിച്ചു വീഴുന്ന കുട്ടിക്ക് പോലും മുസ്ലിം ആണെങ്കിൽ അവന് BJPയിൽ ജോയിൻ ചെയ്തുകൊണ്ട് അതിലൂടെ വളർന്നുകൊണ്ട് സംസ്ഥാന പ്രസിഡൻ്റാകാം, സംസ്ഥാന സെക്രട്ടറി ആകാം, റീജിയണൽ സെക്രട്ടറിയോ പ്രസിഡൻ്റ് ഉണ്ടെങ്കിൽ അതാവാം, നാഷണൽ പ്രസിഡൻറ്റും സെക്രട്ടറി ആവാം, പ്രധാനമന്ത്രി വരെയാകാം BJPയിൽ ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഒരു മുസ്ലിമിന്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കെ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഒരു ഹിന്ദു പയ്യന് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ മതമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഈ ജെൻഡർ തന്നെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നും കൂട്ടാം, അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് മുസ്ലിം ലീഗിൽ ചേർന്നുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ നിലനിന്നുകൊണ്ട് ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സാധിക്കുമോ? സാധിക്കില്ല എന്ന് തന്നെയാണ് അവരുടെ ഭരണഘടന എഴുതി വച്ചിരിക്കുന്നത്. ഒരു ഹിന്ദുവിന് അങ്ങനെ സാധിക്കില്ല. ഹിന്ദുവിൻ്റെ കാര്യം വിടുക, ഒരു പെണ്ണിന് സാധിക്കുമോ മുസ്ലിം ലീഗിൽ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മുസ്ലിം ലീഗിൽ അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ ചില വനിതകൾ വന്നപ്പോൾ, സുഹറയെ പോലെയൊക്കെയുള്ള ആളുകൾ, അങ്ങനെ മുൻകാലങ്ങളിൽ കമറുന്നീസ അവരെ പോലെയൊക്കെയുള്ള ആളുകൾ വന്ന സമയത്ത് എന്തായിരുന്നു അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള നീക്കങ്ങൾ? മുസ്ലിം ലീഗ് അതിൻ്റെ വക്താക്കൾ, അതിൻ്റെ നേതാക്കൾ അവരോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്നത് കൃത്യമായ തീവ്രമായ മത നിലപാടുകൾ തന്നെയാണ്. അത് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോ വോൾട്ടേജ് ആണ് എന്നതുകൊണ്ട് മാത്രമാണ്. മറ്റേത് പോപ്പുലർ ഫ്രണ്ടുകാർ കൈവെട്ട് അല്ലെങ്കിൽ ഇതുപോലെ സിനിമാ തിയേറ്റർ ആക്രമിക്കുക, പോസ്റ്ററുകൾക്ക് കരിയോയിൽ ഒഴിക്കുക എന്നൊക്കെ പറയുന്ന ഹൈ വോൾട്ടേജ് സാധനങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് അത് വലിയ പ്രശ്നമായിട്ട് നമുക്ക് പെർസെപ്ഷനിൽ അത് അനുഭവപ്പെട്ടു. എന്നാൽ ഇവർ ചെയ്യുന്നത് പൊളിറ്റിക്സിൽ മതം കലർത്തുക, അല്ലെങ്കിൽ മനുഷ്യനും തമ്മിൽ ഇടപെടേണ്ട രാഷ്ട്രീയം പോലെയുള്ള വിഷയങ്ങളിൽ മതം കലർത്തുക, രണ്ടുപേര് വിവാഹം കഴിച്ചാൽ അതിനകത്ത് മലമായിപ്പോയി, രണ്ടൊന്നാണ് എന്നാലും അത് കലർത്തുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് ചോര ഒലിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ അത് വലിയ പ്രശ്നമല്ല എന്ന് തോന്നി എന്നതുകൊണ്ടല്ലേ അവർ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയത്? സത്യത്തിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് രണ്ടും ഒന്നാണ് എന്ന് അനുഭവപ്പെടണമെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക. ഇവരെല്ലാവരും കൺസോളിഡേറ്റ് ചെയ്ത് അമാൽഗമേറ്റ് ചെയ്ത് ഇത് ഒറ്റ സാധനമായിട്ട് ബംഗ്ലാദേശിൽ കാണുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം. ഞാനിത് എടുത്തു പറയാൻ കാരണം മുഖ്യമന്ത്രിയുടെ മകളും മരുമകനും റിയാസും വീണയും തമ്മിലുള്ള ആ ഒരു സംഭവം അതിവിടെ ഉണ്ടായപ്പോൾ വലിയ ബാക്ക്ലാഷ്, അതിൽ വലിയ എതിർപ്പുകൾ സമൂഹത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നപ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു വശം. വ്യഭിചാരി എന്ന് ആ ലെവലിൽ വിളിച്ചിട്ട് പോലും അതിനകത്ത് കമാന്ന് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. പോട്ടെ, ഇത് ഇത്രയും വലിയ സംഭവമൊക്കെ ആയപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ വന്നിട്ട് എന്താ പറഞ്ഞത് തെറ്റുപറ്റിപ്പോയി മാപ്പാക്കണമെന്നല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇസ്ലാമിലെ നിയമമാണ്, അത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു, പക്ഷേ എനിക്കിത് പറയാതെ നിവൃത്തിയില്ലല്ലോ എന്നല്ലേ അന്ന് നമ്മളുടെ കല്ലായി ഏതൊരു മുഹമ്മദ് പറഞ്ഞത്? ഇതിൻ്റെ സെക്രട്ടറിയാണ്. ഇതല്ലേ അവിടെ സംഭവിച്ചത്? ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ മതം ഒളിഞ്ഞും തെളിഞ്ഞും കോണി ചിഹ്നം തന്നെ സ്വർഗത്തിലേക്കുള്ള കോണി എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഈ മലബാർ റീജിയണിൽ മുസ്ലിങ്ങളെ പറ്റിച്ച് വോട്ട് പിടിച്ച് നടന്നിരുന്നൊരു കൂട്ടം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ടിയല്ലേ ഈ പറയുന്ന മുസ്ലിം ലീഗ്.
അപ്പോൾ ആ ഒരു സാധനത്തെ എടുത്തു വെച്ചിട്ട് ഇതുപോലെ നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ അത് വലിയ ദോഷമായിട്ട് തന്നെയാണ് ഭവിക്കുക എന്നുള്ള കാര്യം എനിക്കിന്ന് ഇവിടെ ഉണർത്തണം. ഇത് രണ്ടും വ്യത്യസ്തമാണ് എന്നുള്ള ചിന്ത വെടിയണം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് വളർന്നു കൊണ്ടിരിക്കുന്നു, പോപ്പുലർ ഫ്രണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു എന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി ഇതിൽ മൂന്നാമതായിട്ട് ചില കാര്യങ്ങൾ കൂടി പറയുമ്പോൾ അതിന് തൊട്ട് മുന്നേ, അത് വീഡിയോ കണ്ടതിന് ശേഷം പറയാം, അതിന് മുന്നേ ഒരു ചെറിയ കാര്യം കൂടി പറയാനുള്ളത്, എന്താണ് ഇതിൻ്റെ പോംവഴി? മുസ്ലിം ലീഗ് എന്തോ ഒരു നന്മയുള്ള ഒരു സംഗതിയായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇവിടെ ഭവിച്ചിട്ടുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. ആ തോന്നൽ സത്യത്തിൽ അത് അസ്ഥാനത്താണെന്ന് മാത്രമല്ല, അതുപോലെ ഒരു സംഗതി യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? മതേതരമായി നിലകൊള്ളുന്ന ജനാധിപത്യ രീതികളിൽ പൂർണ്ണമായിട്ട് ഇഴുകിച്ചേരുന്ന രീതിയിലുള്ള ആ ഫേബ്രിക്കിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള യഥാർത്ഥത്തിൽ ഈ ഒരു സംവിധാനത്തോട് നിലയുറപ്പിക്കുന്ന, അതിനോട് ചേർന്ന് നിന്ന് പോകുന്ന തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിലേക്ക് ഇത്തരം വിശ്വാസികളായിട്ടുള്ള ആളുകളെയും കൊണ്ടുവരിക. അതല്ലേ വേണ്ടത്. കോൺഗ്രസ്സിനൊക്കെ അതിനകത്ത് വലിയ പങ്ക് വഹിക്കാനുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടുത്തെ കോൺഗ്രസ് ഒരു മരിച്ചു കിടക്കുന്ന ഒരു ചത്ത കുതിരയായിട്ട് കിടക്കുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ഗതികെട്ടാതെ നടക്കുന്ന ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൽ നിന്നും ഞങ്ങൾക്കും ചെയ്യാൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണം, സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന ആ ഒരു ചിന്തയുള്ള ഒരാൾ വേണമെന്ന് തോന്നിയാൽ അവിടെ ആളുകൾ പോവുക ഈ ലോ വോൾട്ടേജിൻ്റെ അടുത്തല്ല, അവർ സ്വാഭാവികമായിട്ടും പോവുക ഈ ഹൈ വോൾട്ടേജിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടൊരു പ്രശ്നം വരും. അങ്ങനെ ഈ ഹൈ വോൾട്ടേജിൻ്റെ അടുത്തേക്ക് മുസ്ലിങ്ങളായിട്ടുള്ള വിശ്വാസികൾ ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ അത് തടയാൻ എന്ത് ചെയ്യും? തടയാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഈ മുസ്ലിം ലീഗും ഹൈ വോൾട്ടേജായിട്ട് മാറും എന്നുള്ളതാണ്. അവർ നല്ല ഒന്നാന്തരം ഹലാലായ ഒരു ട്രാൻസ്ഫോർമർ വാങ്ങി അങ്ങ് പിടിപ്പിക്കും, പിന്നെ അവരും അങ്ങ് ഹൈ വോൾട്ടേജ് ആവും, പിന്നെ ഇതെല്ലാം ഒന്നാണെന്ന് വരും. ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാവൽ. ഇതാണ് അവിടെ സംഭവിക്കുക. അപ്പോൾ ആ ഒരു വശമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മുസ്ലിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണമെന്നുള്ള ചിന്ത വെടിയണം. അതിന് പകരം നിലവിലെ രാഷ്ട്രീയത്തിൽ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏതു തന്നെയായാലും, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഏതു തന്നെയായാലും അതിനകത്തെല്ലാം തന്നെ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ മതമുള്ളവരോ ഇല്ലാത്തവർ ആര് തന്നെയായാലും നിങ്ങൾക്ക് താല്പര്യമുള്ള ആ ഏത് പാർട്ടിയായാലും ഐഡൻറ്റിറ്റി അല്ല അവിടെ നിങ്ങൾ വിഷയമാക്കേണ്ടത്. നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ജനാധിപത്യ മൂല്യങ്ങളെ ആണ് എന്ന ആ ഒരു തിരിച്ചറിവിൽ ഏത് പാർട്ടിയിൽ നിങ്ങൾക്ക് കയറി ചെന്ന് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഹൈ വോൾട്ടേജ് അപകടം ഇവിടെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അത്തരം ക്ഷുദ്ര പാർട്ടികളിൽ നിന്ന്, ഇസ്ലാമിക തീവ്രവാദ കൂട്ടങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. അതാണ് ശാശ്വതമായ പരിഹാരമായിട്ട് ഞാൻ കാണുന്നത്. അതാണ് നമുക്കിവിടെ ഈ ഒരു വിശ്വാസികളുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കാനുള്ള ഒരു സൊല്യൂഷനായിട്ട് എൻ്റെ മുന്നിലുള്ളത്, എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാനെപ്പോഴും ഇങ്ങനെ ഒരു മുന്നോട്ടുള്ളൊരു പോക്കിന്, ഒരു രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടിൽ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് നീങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ രീതിയിൽ നിലകൊള്ളുന്ന ഏതെങ്കിലും ഒരു പാർട്ടി നിലവിലുള്ളത് ഉണ്ടെങ്കിൽ അതിലേക്ക് കയറുക. അതല്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അവർ ഉണ്ടാക്കുക. ഇതാണ് നമ്മുടെ മുന്നിലുള്ള പോംവഴി. അതല്ലാതെ ഈ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട്, അത് ഏത് തന്നെ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ദളിത് പാർട്ടികളായിക്കോട്ടെ, ഹിന്ദു പാർട്ടികളായിക്കോട്ടെ, ക്രിസ്ത്യൻ പാർട്ടികളായിക്കോട്ടെ, ഒക്കെയും ഇതുപോലെ അപകടമായിട്ടാണ് അത് അവസാനം ഉണ്ടാവുക എന്നുള്ളത് ആണ് ഇതിൽ ചേർത്ത് പറയാനുള്ളൊരു കാര്യം. ബാക്കി നമുക്ക് കാണാം. അതിനു മുന്നേ ആ വീഡിയോയുടെ കുറച്ച് ഭാഗം കൂടി ഒന്ന് കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലേക്ക് കടക്കാം. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ഷാഫി ചാലിയം എന്ന് തന്നെ ഖിന്നനാക്കുന്നു. ഷാഫി ചാലിയം മുസ്ലിം ലീഗിന്റെ ഒരു സെക്രട്ടറിയാണ്. ദേശീയ സമിതിയിലോ മറ്റോ ഉണ്ട്. ചാനൽ ചർച്ചകളിലെ ലീഗിന്റെ മുഖമാണ്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ നടന്ന ഒരു അന്തിച്ചർച്ച, മാധു നയിച്ച ഒരു അന്തിച്ചർച്ചയിൽ ഷാഫി ചാലിയം മറുനാടനെ കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ എന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. ഇത്രയും വർഗീയ ചിന്താഗതിയുള്ള, ഇത്രയും പച്ചക്കള്ളങ്ങൾ പരസ്യമായി പറയാൻ ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യൻ, മുസ്ലിം ലീഗ് പോലെ ഞാൻ ആദരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവായിരിക്കുന്നത് എന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു. മുസ്ലിം ലീഗിനെ ഇതുപോലെ ആദരിക്കണമെന്ന് സത്യത്തിൽ താങ്കൾ വിചാരിച്ചതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് താങ്കൾ കരുതിയതിൽ നിന്നും അപ്പുറത്തേക്കുള്ള ഒരു സാധനമാണ് മുസ്ലിം ലീഗ് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ അതുകൊണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ. യഥാർത്ഥത്തിൽ എന്താണോ മുസ്ലിം ലീഗ് അത് തന്നെയാണ് ഷാഫി ചാലിയം ചെയ്തിട്ടുള്ളൂ. നമ്മൾ അതിൻ്റെ ചൂടും ചൂരും അറിഞ്ഞു നിന്നു എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. കാരണം നമ്മളൊക്കെ
വളർന്നു വന്നിരുന്ന ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്ന പ്രബലമായൊരു പാർട്ടിയാണ്. കോഴിക്കോടൊക്കെ നമ്മൾ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളുടെ അയൽവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഈ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുണ്ടാവുകയും അവരൊക്കെ നടന്നിരുന്ന ഒരു സ്വഭാവവും, അതുപോലെ നമ്മളെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾ ഇതിൻ്റെ ആക്ടിവിസ്റ്റുകളായിട്ട്, ഇതിൻ്റെ പ്രവർത്തകരായിട്ട് ഉണ്ടായിരുന്ന ആളുകൾ ഏത് രീതിയിലാണ് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ വിഷയങ്ങൾ അവർ പ്രകടിപ്പിച്ചിരുന്നത് എന്നൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ ഷാഫി ചാലിയും പറഞ്ഞതിലോ ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ അതിലൊരു അത്ഭുതമോ നമുക്ക് തോന്നുന്നില്ല. കാരണം എന്താണ്, അതാണ് മുസ്ലിം ലീഗ് എന്ന് നമുക്കറിയാം. പക്ഷേ താങ്കൾ കരുതി വന്ന ആ കേരള ജനതയുടെ ഭാഗ്യമെന്നോണം, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഈ വർഗീയതയിൽ നിന്ന് തടഞ്ഞു നിർത്തിയത് അത് ഈ മുസ്ലിം ലീഗാണ് എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണ ഇവിടെ പൊളിഞ്ഞു വീണു എന്നുള്ളതാണ്. സത്യത്തിൽ ഇതൊരു തിരിച്ചറിവായിട്ട് നിങ്ങൾ കണക്കാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതാണ്ട് 1.5 മിനിറ്റ് നീണ്ട ഷാഫിയുടെ പ്രഭാഷണത്തെ ഞാൻ രണ്ടായി തിരിക്കുന്നു. ഒന്നാമത്തെ ഭാഗം ഇതാണ്. 100 കൊല്ലമായി RSSന് 100 കൊല്ലം RSS കേരളത്തിൽ പ്രവർത്തിച്ചിട്ടും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ വേർതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ 2016 മുതൽ ഈ 8 വർഷം കൊണ്ട് ഈ സാജൻ സ്കറിയ എന്നൊരു മനുഷ്യന് ഒരു മറുനാടൻ എന്ന ഒരു വിഷച്ചാനൽ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സാമുദായികത, ആ സമുദായങ്ങൾ തമ്മിൽ അനേക അകൽച്ച ഉണ്ടാക്കാൻ സാധിച്ചു ഈ ഗവൺമെന്റിന്റെ സഹായത്തോടെ. ഷാഫി പറയുന്നു 100 വർഷം കൊണ്ട് RSSന് കഴിയാത്ത വിഭജനം, മതപരമായ ഭിന്നത ഉണ്ടാക്കാൻ കഴിഞ്ഞ 8 വർഷം കൊണ്ട് മറുനാടൻ മലയാളിക്ക് കഴിഞ്ഞെന്ന് എന്നെ വല്ലാതെ ദേഷ്യപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്തു. വാസ്തവത്തിൽ ഇത് ഒരു മുസ്ലിം ലീഗുകാരൻ്റെയോ ജനാധിപത്യ ബോധമുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെയോ ഭാഷയല്ല. നേരെ മറിച്ച് താലിബാനിലും അൽഖ്വയ്ദയിലും ISISിലുമൊക്കെ അഭയം തേടുന്ന ഒരു ഭീകരവാദിയുടെ ശബ്ദമാണ്. അതവിടെ നിൽക്കട്ടെ. അതിനു മുന്നേ ഇവിടെ പറഞ്ഞല്ലോ, ഷാഫി ചാലിയും പറഞ്ഞ എന്താണ്, ഈ ഒരു ചാനൽ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനൽ അത് വർഗീയ വിഷം തുപ്പുന്ന ഒരു വലിയ ഭീകരമായ ഒരു എന്തോ ഒരു സാധനമാണ് എന്ന രീതിയിൽ പറയും, ഒരു ഭീകരപത്രം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നു. ഏതാനും നാളുകൾക്ക് മുന്നേ മീഡിയ വൺ എന്ന് പറയുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിന് പത്രമാധ്യമ സ്ഥാപനമാണ്, അവർക്കെതിരെ ഒരു കേസ് ചാർജ് ചെയ്യപ്പെടുന്നു. അത് കോടതിയിൽ എത്തുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിൻ്റെ വിധി വരുന്നതിന് മുന്നോടിയായിക്കൊണ്ട് അവരുടെ സംപ്രേഷണ അവകാശം അവിടെ റദ്ദ് ചെയ്യപ്പെടുകയും കുറച്ച് നാൾ അവർ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സമയമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് മീഡിയ വൺ പൂട്ടാൻ പോകുന്നു എന്ന രീതിയിലൊരു സംഗതി, അതിനെ നിരോധിക്കുന്നു എന്ന രീതിയിലൊക്കെ ഒരു സംഗതി, അതിവിടെ വലിയ തോതിൽ ചർച്ചയായ ഒരു സംഭവമാണ്. അന്ന് നമ്മൾ ഇസ്ലാം മത വിമർശനം നടത്തുന്ന ഒരു എക്സ് മുസ്ലിമായിട്ടുള്ള ആളാണ് എങ്കിൽ കൂടിയും നമ്മളന്ന് പറഞ്ഞ എന്താണ്, ആ കാലഘട്ടങ്ങളിൽ സംഗതിയൊക്കെ ശരിയാണ്, മീഡിയ വൺ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അതിന് കൃത്യമായ കാരണങ്ങൾ കാണിച്ചിട്ട് അതിൻ്റെ ഒരു അവർ യഥാർത്ഥത്തിൽ ആ ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുക്കണം, അതിൽ തെറ്റൊന്നുമില്ല, അത് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് തെളിവില്ലാത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിനെ പൂട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ അത് ബാക്ക് ഫയർ ചെയ്യും. ഇതാണ് ഉണ്ടാവുക. കാരണം എന്താണ്, നമ്മൾ മാധ്യമം എന്ന് പറയുന്ന സാധനത്തെ കാണുന്നത് ഒരു സാധാരണ എന്തെങ്കിലും ഒരു ഇപ്പോൾ കടയിൽ നമ്മൾ സാധനം വിൽക്കുമ്പോൾ 1/2 കിലോയുടെ സാധനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 450 ഗ്രാം വിൽക്കുന്ന പോലെ അത് ചെയ്താലുണ്ടാവുന്ന ഒരു പ്രശ്നം പോലെയല്ല ഈ മാധ്യമ സ്ഥാപനത്തെ നേരിടുമ്പോൾ ഉണ്ടാവുന്നത്. മാധ്യമ സ്ഥാപനം എന്ന് പറയുന്നത് അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന സംഗതി, അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഒരു ചിഹ്നമെന്ന രീതിയിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തൂണ് തന്നെയാണ് ഈ മാധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ, അത് ശക്തിപ്പെടണമെങ്കിൽ അതിൽ ഈ തൂണ് അത്യാവശ്യമാണ്. അതായത് ഫ്രീ മീഡിയ അതിവിടെ ഉണ്ടാകണം. അപ്പോൾ അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന് നമ്മൾ കൊടുക്കേണ്ടത്? അതിന് ആ ഫ്രീഡം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ആ ഫ്രീഡം നമ്മൾ ഈ നിയമം കൊണ്ടോ അല്ലെങ്കിൽ കള്ളക്കേസുകൾ കൊണ്ടോ അതിനെ തടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയ വണ്ണിൻ്റെ ആ പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്ക് തോന്നുന്നു 2021 ഒക്കെ ആണെന്നാണ് എൻ്റെ ഓർമ്മ, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്തായാലും ആ സമയത്ത് നമ്മൾ പറഞ്ഞു അത് ശരിയല്ല, മീഡിയ വൺ ചെയ്തതിലെ തെറ്റെന്താണെന്ന് ക്ലിയറായിട്ട് പറയുക, അതിൻ്റെ പേരിൽ ആക്ഷൻ എടുക്കുക. അതല്ലാതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മൊത്തം എന്തോ ഉണ്ട് അത് പുറത്ത് പറയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് നടക്കില്ല. ഇത് തന്നെയായിരുന്നു കോടതിയിലും വലിയ വിഷയമായത്. നിങ്ങൾ ക്ലിയറായിട്ട് പറയൂ എന്താ പ്രശ്നം എന്നുള്ളത്. അത് പരസ്യമാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്ത് പരിപാടിയാണ്? ഇതാണ് അന്ന് കോടതിയും ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ കോടതി വിധി അത് വന്നപ്പോൾ മീഡിയ വണ്ണിന് അനുകൂലമാകുന്നു. ഇന്നും മീഡിയ വൺ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോഴും കോമഡി പരിപാടി നമ്മളെപ്പോഴും കാണാറുണ്ടല്ലോ, നമ്മളുടെ അടുപ്പ് കൂട്ടി ചർച്ച, നമ്മളെ ആ ഒരു കോമഡി സ്കിറ്റ്, അത് നമ്മൾ കണ്ട് ഇന്ന് അട്ടഹസിക്കുന്നതിന് പോലും നമുക്കിന്ന് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് തിരിച്ച് രണ്ടാമത് സംപ്രേഷണം ചെയ്യാൻ അവർക്ക് അവകാശം കിട്ടിയപ്പോഴല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഇത്രമാത്രം റിഗ്രസീവായിട്ട് മുസ്ലിങ്ങളെ മൊത്തം ഈ ഫ്രീഡം ഓഫ് സ്പീച്ച്
ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന സംഗതിയെ റാഞ്ചി എടുത്തുകൊണ്ട് അതിനെയും ജിഹാദിൻ്റെ ഒരു ടൂളാക്കി മാറ്റിയിട്ട് മുസ്ലിങ്ങളെ മുഴുവൻ ഇരുവാദത്തിൽ കുടുക്കിയിട്ടിട്ട് അവരെ മറിച്ച് ചിന്തിക്കാൻ അനുവാദം കൊടുക്കാതെ എന്നും ഇരുവാദത്തിൻ്റെ ഇരകളായിട്ട് കൊണ്ടു നടക്കാൻ പാകത്തിന് ഇത്തരത്തിലുള്ള കഥകൾ മെനഞ്ഞിട്ട് കൊണ്ടു കൊടുക്കുന്ന ഒരു പരിപാടി അത് അവർ ചെയ്യുമ്പോൾ പോലും അതിനെയും ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ ഇതിനെ ഇവിടെ തുടരാൻ അനുവദിക്കുന്ന ഒരു നിയമ വ്യവസ്ഥിതി ഇവിടെ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് അവരുടെ പത്രസ്വാതന്ത്ര്യത്തിൽ അത് കൈകടത്താൻ പാടില്ല, അത് ഫാഷിസമാണ്. ഇത് തന്നെയാണ് നമ്മളന്ന് പറഞ്ഞത്. അപ്പം മീഡിയ വണ്ണിന് എതിരെ നമ്മൾ പറഞ്ഞതാണ്. മാത്രമല്ല മീഡിയ വണ്ണിന് എതിരെ അത്തരത്തിലൊരു സംഗതി വന്നപ്പോൾ അതിനെതിരെ പറഞ്ഞത് ഇവിടുത്തെ സർക്കാർ, നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, അതിൻ്റെ അമരക്കാരനായിട്ടുള്ള നമ്മളുടെ പിണറായി വിജയനെ പോലുള്ള ആളുകൾ എല്ലാവരും പറഞ്ഞു ഫാഷിസം ഇവിടെ മാധ്യമങ്ങളെ പൂട്ടുന്നു, ഏഷ്യാനെറ്റിനെ പൂട്ടുന്നു, മീഡിയ വണ്ണിനെ പൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഏതാനും കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? നമ്മളുടെ PV അൻവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ കണ്ടു. അതുപോലെ ശ്രീനീജൻ എന്ന് പറയുന്ന മറ്റൊരു ചങ്ങാതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങൾ കണ്ടു. കള്ളക്കേസുകൾ കൊടുക്കുക, എന്താണ് ഇതുപോലെ ഒരു തരത്തിലും നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പടച്ചു വിട്ടുകൊണ്ട് ഈ ഒരു മാധ്യമ സ്ഥാപനത്തെ മീഡിയ വണ്ണിനെ എല്ലാ രീതിയിലും അനുകൂലിച്ച് പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടെ നിലവിളിച്ച് നടന്നിരുന്ന ആളുകൾ ചെയ്തതാണ് ഈ പറയുന്നത്. അവർ മറുനാടൻ മലയാളി അതിനെ പൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നടന്നു. അതിന് ചുക്കാൻ പിടിച്ചത് നമ്മളുടെ മുഖ്യമന്ത്രി, ഇവിടുത്തെ ഭരണം നടത്തുന്ന മുഖ്യമന്ത്രി. അപ്പോൾ അതിനെ ആരെങ്കിലും ഫാഷിസമാണെന്ന് പറഞ്ഞാൽ ആ ഫാഷിസമാണ് എന്ന് പറയുന്ന ആളുകൾ മുഴുവൻ സംഘി ചാപ്പയടിച്ചിട്ട് അവിടെ ഒതുക്കുന്നു. അപ്പോൾ അന്ന് ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ചാനൽ പൂട്ടുന്ന അവസ്ഥ, അതിനെ അടച്ചിടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. ഏതാനും കുറച്ച് ദിവസങ്ങൾ അവരുടെ ഓഫീസിലേക്ക് കടന്നു ചെന്നിട്ട് അവരുടെ കമ്പ്യൂട്ടർ മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയൊക്കെ ഇവിടെ ഉണ്ടായി. പോലീസുകാർ ചെയ്തതാണ്. അങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു അത് ശരിയല്ല, അതും പത്രസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കൈകടത്തല്ല. നിങ്ങൾ കോടതിയിൽ നേരിടും, എന്നിട്ട് തെളിവുകളുമായിട്ട് വരും, എന്നിട്ടല്ലേ ഇത് ചെയ്യേണ്ടത്. ഇതെന്ത് പരിപാടിയാണ്? മാത്രമല്ല നിങ്ങൾ ഫാഷിസം എന്ന് പറഞ്ഞ് കരയുന്ന ആളുകൾ, ഈ ഫാഷിസം അത് മോഡി ചെയ്യുമ്പോൾ മാത്രമല്ല ഫാഷിസം, അത് നമ്മളുടെ പിണറായി വിജയൻ ചെയ്യുമ്പോഴും അത് ഫാഷിസം തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളുടെ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകളാണ് എന്നോട് പറഞ്ഞത് ഓ അവൻ ഒരു മറുനാടൻ മലയാളിയുടെ ആൾ വന്നിരിക്കുന്നു, ചക്കര ഫാഷിസം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തോ ഒരു വീഡിയോ ചെയ്തതാണ്. അതിനെതിരെയൊക്കെ സംസാരിക്കുന്ന ആളുകളായിട്ട് മാറുന്നു. സ്വതന്ത്ര ചിന്തകരാണെന്ന് ഓർക്കണം. ഒറ്റ പ്രശ്നമുള്ളൂ, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസി. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്താലും അത് ഫാഷിസം ചെയ്താലും അത് ചക്കരയാണ്. ഇതാണ് അവിടെ വരുന്നത്. അങ്ങനെ ഇതിനെ കൊണ്ടുപോകുന്നു. ആ രീതിയിലേക്ക് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ മാധ്യമ സ്ഥാപനത്തിനെതിരെ നടത്തിയ ഓരോ ഫാഷിസ്റ്റ് നീക്കവും അത് ഫാഷിസമേ അല്ല, പത്രസ്വാതന്ത്ര്യത്തിൻ്റെ മേലെയുള്ള കൈകടത്തലല്ല. അതിൽ എററുണ്ടെങ്കിൽ അത് കോടതിയിൽ വെച്ച് ചോദ്യം ചെയ്ത് അതിന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കുക, മാപ്പ് പറയിപ്പിക്കേണ്ടതാണെങ്കിൽ മാപ്പ് പറയിപ്പിക്കുക. ആ രീതിയിൽ ചെയ്യേണ്ടതിന് പകരം ഇവിടെ ഗുണ്ടായിസം അഴിച്ചുവിടുന്ന പരിപാടിയല്ലേ PV അൻവറും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും എല്ലാവരും കൂടി ചെയ്തത്. പോലീസുകാരടക്കം അതിന് അന്ന് ഒത്താശ ചെയ്തതിൻ്റെ കള്ളക്കഥകളൊക്കെ ഇന്നിപ്പോൾ നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ആകെ നാണക്കേടായിട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു വ്യാപ്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ തരത്തിൽ സംഗതികൾ പോയി ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന എവിടം വരെയാണ് എത്തി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഓൺലൈൻ മീഡിയ ആയി പോയി എന്നതിൻ്റെ പേരിൽ അതൊരു മാധ്യമ സ്ഥാപനമേ അല്ല എന്ന രീതിയിലേക്ക് വരെ അതിനെ കണക്കാക്കിയിട്ട് അതിന് പിന്തുണ പ്രഖ്യാപിക്കാൻ ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ പോലും വരാത്തൊരവസ്ഥ അതിവിടെ ഉണ്ടാകുന്നു. കള്ളക്കേസുകൾ ഓരോന്നോരോന്നായിട്ട് തള്ളപ്പെടുന്ന അവസ്ഥ, എന്നിട്ടും ആരും മിണ്ടുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഒരു രീതി. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പത്രസ്വാതന്ത്ര്യത്തിന് നിലനിൽക്കുന്ന ആളുകളാണ്, അതിനു വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ ആയാലും ശരി, ഓൺലൈൻ മീഡിയ ആയാലും ശരി, നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇതുപോലെ കുടിൽ വ്യവസായം എന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് പരിപാടിയാണെങ്കിലും ശരി, ഇതെല്ലാം ഈ മീഡിയയുടെ ഭാഗം തന്നെയാണ്, ഫ്രീ സ്പീച്ചിൻ്റെ ഭാഗമാണ്. ഇതിനിവിടെ സംരക്ഷിക്കപ്പെടണം. ഇതിന് വേണ്ട എല്ലാ സുരക്ഷയും നമ്മൾ ഒരുക്കണം. ഇതിന് വേണ്ട എല്ലാ തരത്തിലുള്ള ആ ഒരു ഒരു കവചം, ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു സംരക്ഷണ കവചം ഒരുക്കി കൊടുത്തുകൊണ്ട് ഇതിനെ നിലനിർത്തിയാൽ തന്നെയാണ് ജനാധിപത്യത്തിന് തിരിച്ച് ഒരു എംപവർമെൻ്റ് അതുവഴി കിട്ടുള്ളൂ. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ പറഞ്ഞു നമ്മുടെ ചാലിയും കള്ള മീഡിയ, അതല്ലെങ്കിൽ ഇതുപോലെ ഭീകര മീഡിയ, അതായത് മുസ്ലിം ലീഗ് ചെയ്യുന്ന എന്ത് സാധനം, എന്ത് പോക്കിരിത്തരം ചൂണ്ടിക്കാണിച്ചാൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ സംഘടനകൾ ചെയ്യുന്ന എന്ത് കാര്യം ചൂണ്ടിക്കാണിച്ചാലും അത് ഉടനെ പ്രശ്നമാണ്. അത് ചെയ്യുന്ന ആളുകൾ മുഴുവൻ സംഖ്യയാണ്, അത് ചെയ്യുന്ന ആളുകൾ വർഗീയ ചാനലാണ്, അവരുണ്ടാക്കുന്ന മുഴുവൻ വർഗീയതയാണ്. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് നമ്മളോടും പറയാറുണ്ട്, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നീ ഇവിടെ വിഭാഗീയത ഉണ്ടാക്കുന്നു. ഞാൻ പറയുന്നു, എൻ്റെ വീഡിയോ കണ്ടിട്ടല്ല ഇവിടെ വിഭാഗീയത ഉണ്ടാവുക.
ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് എടുത്തു വെച്ച് അത് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. ഷാജൻ സ്കറിയയുടെ വീഡിയോയ്ക്കും സംഭവിച്ചത് തന്നെയാണ്. അതായത് ഈ ചാനൽ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ട് ഷാജൻ സ്കറിയ വിദ്വേഷം ഉണ്ടാക്കുന്നു, 153A ഉണ്ടാക്കുന്നു എന്നും പറഞ്ഞിട്ട് PV അൻവർ കേസ് കൊടുത്തിട്ട് അതിനുവേണ്ടി അരിച്ചു പെറുക്കിയെടുത്ത് ആ വീഡിയോ കൊടുത്തപ്പോൾ അത് കോടതി കേട്ടിട്ട് കോടതിക്ക് മനസ്സിലായത് എന്താണ്, ഇതെങ്ങനെയാണ് വിദ്വേഷം ഉണ്ടാക്കുക, ഇത് കേട്ട് കഴിഞ്ഞാൽ മികച്ച മതേതര പൗരനായിട്ടല്ലേ അനുഭവപ്പെടുക, മാത്രമല്ല ഇത് ഊട്ടി ഉറപ്പിക്കുകയല്ലേ ചെയ്യുക എന്നും കൂടി വരുന്ന അവസ്ഥ വരുമ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ വീഡിയോയുടെ അവസ്ഥ. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു വിഭാഗീയത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അതിവിടെ MM അക്ബറാണ് ഉണ്ടായിട്ടുള്ളത്, അതിവിടെ മുജാഹിദ് ബാലുശ്ശേരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ അമ്പലത്തിന് പിരിവ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുമ്പോഴാണ് ഇവിടെ വിഭാഗീയത ഉണ്ടാവുക. അതല്ലാതെ ഇസ്ലാം മതത്തിനകത്ത് മണ്ടത്തരമുണ്ട്, നിങ്ങൾ ഹിന്ദു മതത്തിലെ മണ്ടത്തരം മാത്രം പറഞ്ഞാൽ പോരാ, ഇസ്ലാമിലെ ഒട്ടക മണ്ടത്തരങ്ങൾ അതിനകത്തുണ്ട് എന്നുകൂടി പറയുമ്പോൾ അതല്ല ഇവിടെ വിഭാഗീയത ഉണ്ടാക്കുക. അത് ശരി, അപ്പോൾ ഞങ്ങളുടെ മതത്തിൽ മാത്രമല്ല നിങ്ങളുടെയിലും ഉണ്ടല്ലേ, നിങ്ങൾ വലിയ വർത്തമാനമൊന്നും പറയണ്ട എന്ന് പറയാൻ ഈ ബാക്കിയുള്ള ആളുകളെ എംപവർ ചെയ്യുന്ന പരിപാടി, പ്രത്യേകിച്ച് നിങ്ങൾ മതപരിവർത്തനം ഈ കൺവേർഷൻ ജിഹാദുമായിട്ട് ചെല്ലുമ്പോൾ അതിവിടെ ഫലിക്കാതെ വരും, നടക്കാതെ വരും. അതാണ് നമ്മൾ തീർക്കുന്ന കവചം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ സത്യത്തിൽ ഇതിൻ്റെ ഗുണം അനുഭവപ്പെടാൻ പോകുന്നത്. എത്ര ആളുകൾ അതിന് അനുഭവങ്ങൾ നമ്മളോട് വന്ന് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വിഭാഗീയത ഉണ്ടാക്കിയത് ഇത്തരം ആളുകളാണ്. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾ എത്ര നന്മ ചെയ്താലും അയാൾ നരകത്തിലേ പോകൂ, കാരണം അയാൾ ഇസ്ലാമല്ല മുസ്ലിമല്ല എന്നതിൻ്റെ പേരിൽ എന്ന് പറയുമ്പോൾ അതാണ് വിഭാഗീയത ഉണ്ടാക്കുക. അതാണ് ഇവരെന്താ ഇങ്ങനെ എല്ലാവരെയും നന്മ ചെയ്താൽ മാത്രം പോരാ, മുസ്ലിമും ആണ്, അപ്പോൾ നമ്മളെയൊക്കെ മതം മാറ്റാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണല്ലേ എന്ന ചിന്ത അവിടെയാണ് ഉണ്ടാവുക. ഇത്തരത്തിലുള്ള അനേകം പ്രസംഗങ്ങൾ, അതാണ് ഇവിടെ വിഭാഗീയത ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ എത്ര ഉദാഹരണം വേണമെങ്കിലും നമുക്ക് തരാം. കാഫറിൻ്റെ വീട്ടിൽ വെളിച്ചം അടിച്ചാൽ അതുപോലും ഹറാമാണ്, അത് കുഫറാണ്, അത് പാടില്ല എന്ന് പറഞ്ഞ് ഷംസുദ്ദീൻ പാലത്തിനെ പോലുള്ള ആളുകൾ ഇന്നും ഉണ്ട തിന്നുന്ന അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ വിഭാഗീയത ഉണ്ടാക്കുക. ഒരു ചോദ്യപേപ്പറിൽ അറിയാതെ എന്തോ ഒരു പേര് ഉപയോഗിക്കേണ്ട സമയത്ത് മുഹമ്മദ് എന്ന പേര് ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ കൈയും കാലും വിപരീത ദിശയിൽ നിന്ന് വെട്ടിമാറ്റിയത്, അതാണ് സത്യത്തിൽ ഇവിടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത്. അല്ലാതെ നമ്മളെപ്പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഈ മാധ്യമ സ്ഥാപനത്തിലുള്ള ആളുകൾ കാണുന്ന കാര്യങ്ങളെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതല്ല ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. എന്തായാലും ചാലിയം പറഞ്ഞതിനോട് നമ്മളുടെ ഷാജൻ സ്കറിയയ്ക്ക് പറയാനുള്ളതും കൂടി കേൾക്കാം. ഇങ്ങനെ പറഞ്ഞ ഷാഫിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇസ്ലാമിനെതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിനെതിരെയോ രണ്ട് മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വർഗീയ പരാമർശം ചൂണ്ടിക്കാട്ടണം. മതവിമർശനമാകാം, ഞാൻ എല്ലാ മതങ്ങളെയും വിമർശിക്കാറുണ്ട്. എന്നാൽ ഒരു മതത്തെ വർഗീയമായി ആക്രമിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഷാഫിക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ? ഇല്ല. ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ, അതിന്റെ നിലനിൽപ്പിനെ, അതിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ, അതിന്റെ സങ്കല്പങ്ങളെ, അള്ളാഹുവിനെ, പ്രവാചകനെ, ഖുറാനെ ഒക്കെ ഞാൻ എന്തെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ? അത് പാടില്ല. ഒരു മതത്തെയും ഒരു ദൈവത്തെയും വിമർശിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ മതവിശ്വാസിയും ദൈവവിശ്വാസിയുമാണ്. അല്ലെങ്കിൽ എനിക്കാകാമായിരുന്നു. യുക്തിവാദികൾക്കാവാം. ഏതെങ്കിലും ദൈവത്തിലോ മതത്തിലോ വിശ്വസിക്കുന്നവർ മറ്റൊരു മതത്തെ ഭാരതത്തിൽ ജീവിക്കുമ്പോൾ തള്ളിപ്പറയാൻ പാടില്ല. ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. എന്നാൽ മതത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മതരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള ഗൂഢാലോചനകൾ, മറ്റു മതങ്ങളുമായി ഭിന്നതയുണ്ടാക്കാൻ നടത്തുന്ന പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ, ഇവയൊക്കെ വിമർശിക്കപ്പെടേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടത്. അത് ഞാൻ ചെയ്യാറുണ്ട്. എന്നാൽ ഇസ്ലാമിനെയോ ഇസ്ലാമിക വിശ്വാസങ്ങളെയോ ഞാൻ തള്ളി പറഞ്ഞിട്ടേ ഇല്ല. ഷാഫിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെളിയിക്കണം. ഞാൻ മതവിദ്വേഷമുണ്ടാക്കി എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളത് ഒരെണ്ണമെങ്കിലും കാണിക്കണം. ഷാഫിക്ക് കഴിയില്ല. ഞാൻ അങ്ങനെ പറയാറില്ല. ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഞാൻ വിമർശിക്കുന്നത് കൊണ്ട് എന്നെ വർഗീയവാദിയാക്കി, സംഘിപ്പട്ടം ചാർത്തി, മുസ്ലിം വിരോധിയാക്കി അവതരിപ്പിക്കുന്ന ചില തീവ്ര മതരാഷ്ട്രവാദികളുടെ ഭാഷയാണ്, അവരുടെ നാവാണ്. അവരത് പറയുന്നതിൽ എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം അവർക്ക് അങ്ങനെ പറയാം. വെൽഫെയർ പാർട്ടിക്കാരനോ SDP കാരനോ പോപ്പുലർ ഫ്രണ്ടുകാരനോ എന്തിനേറെ ജമാഅത്തെ ഇസ്ലാമിയോ പോലും ഇത് പറഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല. കാരണം അവരങ്ങനെ പറയുമ്പോഴാണ് എൻ്റെ ഉയർന്ന മതേതര ബോധം അംഗീകരിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഷാഫിയെ ഞാൻ ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ലീഗ് പോലൊരു പാർട്ടിയുടെ നേതാവായിരിക്കുമ്പോൾ ഈ ഉത്തരവാദിത്വം നിങ്ങൾ കാട്ടണം. ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കണം. ആയിരക്കണക്കിന് മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നു എന്ന് അൻവറിന്റെ അതേ നാവിൽ ഷാഫി പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഷാഫിയോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രിയപ്പെട്ട മാതൃകാ നേതാവ് അൻവറുടെ പരാതിയിൽ എനിക്കെതിരെ നിലമ്പൂർ പോലീസ് ഒരു കേസെടുത്തിരുന്നു. 153A മതവിദ്വേഷം പടർത്തി എന്ന പേരിൽ ഒരു കേസെടുത്തിരുന്നു.
ആ കേസിന്റെ ഭാഗമായി കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് ഞാൻ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴാണ് മറ്റൊരു കള്ളക്കേസിൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് കൊണ്ടുപോയത്. എനിക്ക് ജാമ്യം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധിയുടെ 14ാമത്തെ പാരഗ്രാഫ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജാമ്യം നൽകിക്കൊണ്ട് നൽകിയ വിധിയിൽ ഇങ്ങനെ പറയുന്നു: ഓൺ ഗോയിങ് ത്രൂ ദ ടെക്സ്റ്റ് റിലൈഡ് ഓൺ ബൈ ദ പ്രോസിക്യൂഷൻ പറഞ്ഞ ടെക്സ്റ്റിനെ ആശ്രയിച്ചുകൊണ്ട് I am of the view that the prosecution has prima facie failed to establish that the content of the same is anyway point to the commission of the alleged offenses. അതായത് പ്രോസിക്യൂഷൻ നൽകിയിരിക്കുന്ന ട്രാൻസ്ക്രിപ്റ്റ്, എൻ്റെ വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയപ്പോൾ മതവിദ്വേഷം എന്ന് പറയുന്നതിന്റെ ഒരു എലമെന്റും കണ്ടെത്താൻ സാധിച്ചില്ല. It is pertinent to note that some part of the video there are reflections of the secular view of the petitioner. എന്ന് മാത്രമല്ല, ഈ വീഡിയോയിലെ ചില ഭാഗങ്ങളിൽ പരാതിക്കാരന്റെ, അതായത് എൻ്റെ ഉയർന്ന മതേതര ബോധമാണ് മനസ്സിലായത്. ഐ ആം അൺഏബിൾ ടു ഫൈൻഡ് എനി മലീഷ്യസ് ഇന്റൻഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദി പെറ്റീഷണർ ഇൻ പ്രൊമോട്ടിംഗ് ഫീലിംഗ് ഓഫ് എനിമിറ്റി എമംഗ് ഡിഫറെന്റ് ക്ലാസസ് ഓഫ് പീപ്പിൾ. രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഒരു സൂചന പോലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഓർക്കണം, ഞാൻ ആയിരക്കണക്കിന് മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന അൻവർ അതിൽ ഏറ്റവും കൂടുതൽ മതവിദ്വേഷമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വീഡിയോ സെലക്ട് ചെയ്ത് പരാതി കൊടുക്കുന്നു. അതിന്റെ പേരിൽ അൻവറിന്റെ അടിമകളായ പോലീസുകാർ മതവിദ്വേഷം പരത്തി എന്നതിന്റെ പേരിൽ എന്റെ പേരിൽ കേസെടുക്കുന്നു. ആ കേസ് പരിഗണിച്ച് എന്റെ വീഡിയോ കേട്ട് അത് പ്രോസിക്യൂഷൻ കൊടുത്ത ട്രാൻസ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഹൈക്കോടതി ജഡ്ജി പറയുന്നു അതിൽ മതവിദ്വേഷത്തിന്റെ സൂചന പോലുമില്ല എന്ന് മാത്രമല്ല, ഉയർന്ന മതേതര ബോധം പോലും അതിലുണ്ടെന്ന്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയാണ്. ഇതൊന്നും ഷാഫി ചാലിയും അറിയാത്തത് കൊണ്ടാണോ? പിന്നെ എവിടെയാണ് ഞാൻ മതവിദ്വേഷം പടർത്തിയത്? കോടതിക്ക് ഒരു വിലയും ഷാഫി കൊടുക്കുന്നില്ലേ? കോടതി പറഞ്ഞതിനേക്കാൾ ഷാഫിക്ക് വിശ്വാസം അൻവറിനോടാണോ? ഇനി ഷാഫി ചാലിയും പറഞ്ഞ രണ്ടാമത്തെ ഭാഗം, ഈ ചോദ്യം കോടതിയേക്കാൾ വിശ്വാസം ഷാഫിക്ക് നമ്മളുടെ അൻവറിനോടാണ്. ഇതൊക്കെ ആരാണ് എവിടെയാണ് നിൽക്കണമെന്നും കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഷാഫി ചാലിയും മുസ്ലിം ലീഗിൻ്റെ ആളാണ്. അൻവർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ്, അതായത് ഇന്നത്തെ നിലവിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ആയിട്ട് നിൽക്കുന്ന ആളുകൾ. ഇന്ന് അവർ ഒന്നിക്കുകയാണ്, സുഹൃത്തുക്കളെ, ഒന്നിക്കുകയാണ്. എന്താണ് കാരണം? ഒരേ ഒരു കാരണം. ഒന്ന്, ഈ പറയുന്ന വിഷയത്തിൽ മറുനാടൻ ഒരു കോമൺ ഫാക്ടറായിട്ട് വരുന്നു. മുസ്ലിം ലീഗിന് അതിൻ്റെ കാര്യങ്ങൾ, അതല്ലെങ്കിൽ അതിലെ ആളുകൾ ചെയ്യുന്നതായാലും, PV അൻവർ എന്ന് പറയുന്ന ഒരു ആഗോള ഒരു ഭൂലോക ഗുണ്ട, ആ ഗുണ്ട ചെയ്യുന്ന കാര്യമായാലും ഇതിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നതിലെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ കോമൺ ഫാക്ടറായിട്ട് ഒരു വശത്ത് ഷാജൻ സ്കറി വരുന്നു, ഇപ്പുറത്ത് ഇസ്ലാം വരുന്നു. സ്വാഭാവികമായിട്ടും വിവിധ ചേരിയിലുള്ള ആളാണ് എങ്കിൽ പോലും, പക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷവുമാണ് എങ്കിൽ പോലും അവർ ഈ ഒരു ഐഡൻറ്റിറ്റിയുടെ പേരിൽ ഒന്നിക്കണം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ അപകടം. അതായത് നിങ്ങളൊരു കോമൺ എലമെൻ്റ്, ഒരു കോമൺ എനിമി എന്ന രീതിയിലേക്ക് മുന്നിലൊരു സംഗതി വന്നാൽ അവിടെ പിന്നെ ഈ ലോ വോൾട്ടേജും ഹൈ വോൾട്ടേജും ഒന്നായി മാറും. ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും മികച്ച എക്സാമ്പിളും കൂടിയല്ലേ ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, അൻവറും ഷാഫിയും ഒന്നിക്കുന്ന കാഴ്ച. ഇനി പോട്ടെ, ഇത് ഇത്തരത്തിലുള്ളൊരു സംഭവം വന്നത് വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിലാണെന്ന് വിചാരിക്കാം. അങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ മറുനാടനെ അവിടെ ഒരു വശത്ത് അവർ അനുകൂലിക്കുകയും ഇപ്പുറത്ത് അതിനെ പ്രതികൂലിക്കുകയല്ലേ ചെയ്യുക. പ്രത്യേകിച്ച് ഈ കോടതി വെറുതെ വിടുന്ന അവസ്ഥ ഉള്ളപ്പോൾ അതിലെ ആ വെറുതെ വിട്ട ആ ഒരു വസ്തുത പോലും ഒളിപ്പിച്ച് വെച്ചിട്ട് ഇവിടെ ഇവർ ഒന്നിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം എത്രമാത്രം കാപട്യമാണ് ഇതിനകത്ത് കൊണ്ടു നടക്കുന്നതെന്നുള്ളത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ മഅ്ദനിയുടെ വിഷയം വരുമ്പോൾ മഅ്ദനിയെ വെറുതെ വിട്ടില്ലേ, ഇനിയും അങ്ങനെ ഭീകരവാദി എന്ന് വിളിക്കുന്നത് ശരിയാണോ എന്നാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. ശരി, നമ്മൾ വിളിക്കുന്നില്ല. അവിടെ മോദിയെ വെറുതെ വിട്ടതല്ലേ? മോദിയെ വെറുതെ വിട്ടിട്ടും ഇന്ന് നിങ്ങൾ പറയുന്നത് മോദി എന്തോ വലിയ കൊലയാളിയാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്. അപ്പോൾ മഅ്ദനിക്ക് കൊടുക്കുന്ന ആ ഒരു ആനുകൂല്യം എന്തുകൊണ്ട് മോദിക്ക് കൊടുക്കുന്നില്ല എന്ന് നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ കോടതി വിധിയെ നിങ്ങൾ മാനിക്കണമെന്ന് പറയുമ്പോൾ അത് മോദിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലിക്കാൻ കഴിയണം, അത് മാനിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ചൊരു കോടതി വിധി നിങ്ങൾ എടുക്കുന്നു. കോടതി വിധി മറിച്ചാണെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിലുള്ള കോടതി അത് ഈ കോടതി വിധിക്കുന്ന വിധികൾ മാത്രമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ പരിപ്പൊന്നും ഇവിടെ വേവില്ല. ഇതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഇതെല്ലാം നമ്മളുടെ ഷാജൻ സ്കറിയ ഇത്തവണ ഇതൊക്കെ നേരിട്ട് കാണുന്നു. അത് കണ്ടപ്പോഴാണ് ബാക്കി കാര്യങ്ങൾ ഇനി വരുന്നത്. ഈ തംനയിൽ കണ്ടതുമാതിരി ഷാഫി ചാലിയം ഇരിക്കേണ്ടത് മുസ്ലിം ലീഗിലല്ല, ഇതുപോലെ ഏതെങ്കിലും ഒരു അൽ ഖ്വയ്ദയിലാണ് ഇരിക്കേണ്ടത്, നിങ്ങൾക്ക് പറ്റിയത് അൽ ഖ്വയ്ദയാണ് എന്ന് പറയുന്നത്.
അൽ ഖ്വയ്ദ എന്ന് പറയുമ്പോൾ ഷാജൻ സ്കറിയ ശ്രദ്ധിക്കണം, അത് ഖ്വയ്ദയല്ല, ഖ്വയ്ദ, ഖ ഖ എന്ന് പറയണം. നമ്മളുടെ മൈ നെയിം ഈസ് ഖാൻ എന്ന് പറയുന്ന പോലെ അക്ഷരങ്ങളൊക്കെ കൃത്യമായിരിക്കണം. അറബി പറഞ്ഞത് തെറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പഞ്ഞിക്കിടും. അതുകൊണ്ടൊന്ന് പറയുകയാണ്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ അവിടെ ഐഡന്റിറ്റി വീണ്ടും കറങ്ങി തിരിഞ്ഞു വരുന്നു. ചെറിയ കാര്യം ഇന്ന് അൻവർ പറഞ്ഞതിൽ ഏറ്റവും വലിയ ക്യാൻവാസിൽ നാളെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമായിരുന്നു. പോലീസ് സേനയുടെ വയർലെസ് ആണ് ചോർത്തിയത്. ലോ ഡിപ്പാർട്ട്മെന്റ് കേസെടുക്കാൻ നിയമോപദേശം കൊടുത്തിട്ടും കൊടുത്തില്ല. മാത്രമല്ല അദ്ദേഹം പോലീസിനെ വെട്ടിച്ച് ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിൽ പോയി. ആ സ്ഥലങ്ങളൊക്കെ അൻവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു പോലീസിന്. പോലീസ് നേരിട്ട് ആരെ സാജന് വിവരം ചോർത്തി കൊടുത്തു. ഗുരുതരമായ ആരോപണമാണ്. നാളെ കേരളം അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം, ഷാഫി ചാലി ഇവിടെ പറഞ്ഞത് ഇത് ഒരു സാധാരണ വിശ്വാസി കേൾക്കുമ്പോൾ ഓഹോ അത്രയ്ക്കായോ, ഷാഫി പറഞ്ഞത് ശരിയാണല്ലോ, മറുനാടൻ എന്നിട്ട് ഇവിടെ വെറുതെ ഇതെങ്ങനെ നമ്മുടെ നാട് ഫാഷിസം മോഡിയുടെ സപ്പോർട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവും. സത്യത്തിൽ പച്ച നുണയാണ് പറഞ്ഞത്. അത് നമ്മളുടെ ഷാജൻ സ്കറി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതുപോലെയുള്ള വ്യക്തികൾ അഥവാ ഇനി വസ്തുതകൾ തെരഞ്ഞു പോയി എന്ന് വിചാരിക്കാം, എന്താ സംഭവിക്കുക? അത് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ജനം ടി വിയിലൊരു ചർച്ച വഖഫ് ബില്ലുമായി ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ വഖഫ് ബില്ലിൻ്റെ ആ ചർച്ച ഞാൻ മുന്നേ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഒന്ന് പറയാണ്, ചുരുക്കി പറയാണ്. ആ ചർച്ചയിൽ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന ആ സ്ഥലം, ആ പേര് തന്നെയാണെന്ന് ഓർക്കുന്നത്, നമ്മളുടെ തമിഴ്നാട്ടിലുള്ളൊരു ഗ്രാമം. ആ ഗ്രാമം മുഴുവൻ വഖഫ് അങ്ങ് കൊണ്ടുപോവുകയാണ്. താടി പിരിച്ചതാണ് നോക്കിയപ്പോൾ, മീശ അല്ലല്ലോ. അങ്ങനെ അതങ്ങ് കൊണ്ടുപോയി അത് കോടതിയിലെത്തുന്നു. കോടതിയിലെത്തിയിട്ട് അത് വലിയ വിഷയമാകുന്നു. അങ്ങനെ ആകുന്ന സമയത്ത് അവിടെ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കുകയാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൽ പറഞ്ഞു വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി മുതൽ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് വഖഫ് ട്രൈബ്യൂണിൻ്റെ മുന്നിലല്ല ഇനി പോകേണ്ടത്, അതിന് വേറെ ചില സംവിധാനങ്ങൾ ഒരുക്കണം, കളക്ടർ അതുപോലുള്ള ചില സംവിധാനങ്ങൾ, ഇതൊക്കെയാണ് ഇനി വേണ്ടത്. ഈ വഖഫ് ട്രൈബ്യൂണലിൽ പോയിട്ട് അവിടെ ഒച്ചാനിച്ച് നിന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആ ഇടപാട് ഇനി വേണ്ട, അതിൻ്റെ കാലം കഴിഞ്ഞു എന്ന രീതിയിലേക്ക് വരുന്നു. ഇതൊരു സംഭവമായിട്ട് അവിടെ പറയുന്നു. ഇതവിടെ ഉണ്ടായ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ചാലിയും വന്നിട്ട് പറയാണ്, ഇങ്ങനെയൊക്കെയാണ് അവിടെ ഉണ്ടായത്, ഇത് എത്ര മനോഹരമായ കാര്യമാണ് എന്ന് പറഞ്ഞു പോയി. സംഗതി മൂപ്പർക്ക് മനസ്സിലായില്ല ഇത് സെൽഫ് ഗോളാണ് എന്ന്. അതായത് സത്യത്തിൽ വഖഫ് ബോർഡിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കോടതി മുഖേന അവിടെ ഉണ്ടാക്കിയെടുത്തുള്ളൊരു മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെൻറ്റ്, അത് പെർമനൻ്റ് ആക്കുന്ന ഒരു പരിപാടിയാണ് ഈ വഖഫ് ഭേദഗതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അവിടെ അത്ര നേരവും നമ്മളും അവിടെ ഉണ്ടായിരുന്ന BJPയുടെ ആളുകളും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഷാഫി വന്നിട്ട് പറയാണ്, എന്തിനാണ് ഭേദഗതി, അവിടെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ ഈ ഭേദഗതിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ച ഇതേ സാധനം അവിടെ ചെയ്യേണ്ടി വന്നത് എന്ത് എന്ന് വേറെ ആരും പറയാതെ തന്നെ ഷാഫി ചാലിയും അറിയാതെ പറഞ്ഞു പോയി. ഇപ്പോൾ കയ്യിൽ നിന്ന് കാര്യം പോയി എന്ന് മനസ്സിലായിട്ട് പിന്നെ അവിടുന്ന് ചർച്ചയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന കാഴ്ച. അവിടുന്ന് രക്ഷപ്പെട്ടു, പിന്നെ അവിടെ ഇരുന്നില്ല. ഞാൻ പോവാണ്, ഞാൻ ചോദിക്കുമ്പോൾ ചോദ്യമൊക്കെ തിരിച്ചു വരുന്നു. ഈ ചോദ്യം തിരിച്ചു ചോദിക്കുക എന്ന് പറയുന്നത് ഈ കാക്കാമാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. അത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അവർ ഓടി. ഇതാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു സംഗതി വസ്തുത പഠിച്ചു കഴിഞ്ഞാൽ അവരറിയാതെയാണെങ്കിലും അവരുടെ വായിൽ നിന്ന് വീഴും, അവർക്കത് തിരിച്ച് മൂട്ടിൽ വെടിവെക്കുന്ന അവസ്ഥ വരും. ഇതാണ് ഉണ്ടാവുക. ഇവിടെയും സത്യത്തിൽ ഇത് ഒരു പച്ച നുണയായിട്ട് മാറുന്നു. ഷാജൻ അത് എക്സ്പ്ലെയിൻ ചെയ്യും. കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി, എന്നിട്ട് ഞാൻ വെട്ടിച്ച് കടന്നു, എന്നെ കേരള പോലീസ് സഹായിച്ചുവെന്ന്. പ്രിയപ്പെട്ട ഷാഫി, താങ്കൾ ലീഗ് പോലെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. താങ്കൾ എന്താണ് ചെയ്യേണ്ടത്? പിണറായിയുടെ കാടൻ പോലീസ്, പിണറായിയുടെ ഫാസിസ്റ്റ് സർക്കാർ ഒരാളുടെ ഫ്രീ സ്പീച്ച് തടയുന്നതിന് വേണ്ടി കള്ളക്കേസ് എടുത്ത് വേട്ടയാടിയപ്പോൾ അതിനെ എതിർക്കേണ്ട ആളാണ്. ആ കള്ളക്കേസിനെ അതിജീവിക്കാൻ വേണ്ടി മാറി നിന്നപ്പോൾ ഈ അൻവറിന്റെ ഭാഷയിൽ നിങ്ങൾ ഇത് രാജ്യദ്രോഹമാണ് എന്ന് പറയുന്നത് കഷ്ടമാണ്. കോടതിക്ക് ബോധ്യമായി. രാജ്യദ്രോഹി എന്ന് വിളിക്കുമ്പോൾ അത് ഇവിടെ പറയേണ്ടി വരികയാണ്. ഈ രാജ്യദ്രോഹി എന്ന് വിളിക്കാനുള്ള അവകാശം നിലവിൽ അത് സംഘികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നും കൂടിയാണ് ഇവിടെ വരുന്നത്. അതായത് അൻവർ തനിക്ക് ഒരു നിലയ്ക്കും ഈ തരം ഒരു ഫ്രീ സ്പീച്ചിനെ കൂച്ചുവിലങ്ങെടുക്കാൻ അൻവറിനെതിരെ കൊടുത്ത പരാതി ഒരു നിലയ്ക്കും അവിടെ അൻവറിനെ ഡിഫെൻഡ് ചെയ്യാൻ വേറെ ഒരു ഓപ്ഷൻ ഇല്ലാതെ വന്നപ്പോൾ മൂപ്പര് അറ്റകൈക്ക് പ്രയോഗിച്ച കാര്യമാണ് സംഘിയുടെ വഴിയെങ്കിൽ സംഘിയുടെ വഴി എന്നും പറഞ്ഞിട്ട് ഇതുപോലെ രാജ്യദ്രോഹം എന്നും പറഞ്ഞിട്ടൊരു കള്ളക്കേസ് ഉണ്ടാക്കി. അത് 8 നിലയിൽ പൊട്ടുന്ന അവസ്ഥയാണ്. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ഫാഷിസം ഞമ്മക്ക് ഹലാലാവും, ഈ രാജ്യദ്രോഹിയാക്കുന്ന പരിപാടി അതും ഞമ്മക്ക് ഹലാലാവും. ഇതാണ് ഇവിടെ കാണുന്നത്. ഇനി ഇതെല്ലാം ചെയ്തത് അൻവർ, ഷാഫി ഇതുപോലെയുള്ള കാക്കാമാരായതുകൊണ്ട്, ഈ മുസ്ലിം നാമധാരികളായതുകൊണ്ട് ഇതെല്ലാം ഹലാലായിട്ടുള്ള രാജ്യദ്രോഹി, ഹലാലായിട്ടുള്ള ഫാഷിസം ഇതായിട്ട് മാറുന്നു.
ഈ ഒരു ഇരട്ടത്താപ്പ് ഇത് നമ്മൾ തിരിച്ചറിയണം. ഷാജൻ സ്കറിയ എങ്കിലും മിനിമം തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയുന്നത്. മുസ്ലിങ്ങളുടെ ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഇവർ കളിക്കുന്ന കളി. ഇവിടെ ഷാജൻ തന്നെ പലതവണ പറയുന്നു പൊളിറ്റിക്കൽ ഇസ്ലാം. ഞാൻ പറയുന്നു അങ്ങനെ ഒരു ഇസ്ലാം ഇല്ല. ഇസ്ലാം ഈസ് പൊളിറ്റിക്സ്. അതിനകത്ത് പൊളിറ്റിക്സേ ഉള്ളൂ. അതിനകത്ത് വിശ്വാസികൾക്ക് പൊളിറ്റിക്സ് അറിയുമോ ഇല്ലേ എന്നുള്ളത് മാത്രമേ അതിനകത്തുള്ള വിഷയം. ഇസ്ലാമിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന ആ സ്ഥലം, അത് അങ്ങാടി ആയിക്കോട്ടെ, പഞ്ചായത്ത് ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും അത് ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവരും. അവിടെയുള്ള നിയമങ്ങൾ ഇസ്ലാം മതി. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇസ്ലാം അല്ലാതെയുള്ള ആളുകൾ ഒന്നുകിൽ മതം മാറുക, അല്ലെങ്കിൽ ജിസിയ കൊടുത്ത് ജീവിക്കുക, അല്ലെങ്കിൽ കൊല്ലപ്പെടുക. ഈ മൂന്നേ ഓപ്ഷൻസ്, 3 ഗുഡ് ഓപ്ഷൻസ്, ഇങ്ങനെയാണ് പറയുന്നത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതിൽ പൊളിറ്റിക്കൽ അല്ലാത്ത ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല. എനിക്ക് തോന്നുന്നു 1-2 തവണ വോയിസ് മെസ്സേജ് അയച്ചിട്ട് ഷാജൻ സ്കറിയയോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെ ഒരു സാധനമില്ല, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഇസ്ലാമിൻ്റെ യഥാർത്ഥ പൊളിറ്റിക്സ് അത് അപ്ലൈ ചെയ്യുന്ന ആളുകൾ അത് എടുത്തു വെച്ച് കഴിയുമ്പോൾ പ്രശ്നമാണ്. അത് അവരെടുക്കാൻ തുടങ്ങിയാൽ പ്രശ്നമാണ്. അത് എടുക്കാത്ത ആളുകൾ അത് അറിയാത്തതുകൊണ്ട് എടുക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഏത് വിശ്വാസിക്ക് വേണമെങ്കിലും അത് എടുക്കാം. അവർ ഒരു മുസ്ലിമിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്, അത് വിശ്വാസിയായതിൻ്റെ പേരിൽ തിരഞ്ഞെടുക്കുന്നു എന്ന് വന്നാൽ അത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പൊളിറ്റിക്സ്. നിങ്ങൾ മുസ്ലിമിനെ മാത്രമേ പിന്താങ്ങാൻ പാടുള്ളൂ, കാഫിർ ഒരിക്കലും നിങ്ങളുടെ ഭരണാധികാരിയായിട്ട് വരരുത് എന്ന രീതിയിൽ പഠിപ്പിക്കുന്നു. ഇത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. അവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നില്ല, അത് ഇസ്ലാമാണ് ഈ പഠിപ്പിക്കുന്നത്. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഷാജനോട് പറയുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു ഇസ്ലാം ഇല്ല. ഇസ്ലാം ഇറ്റ് സെൽഫ് ഈസ് പൊളിറ്റിക്സ്. പക്ഷേ അതൊരു 6-ാം നൂറ്റാണ്ടിലെ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇറ്റ്സ് ഒബ്സലേറ്റ്. ഇതാണ് അതിനകത്ത് പറയാനുള്ളൂ. ഓക്കെ, അന്വേഷണ സംഘത്തിന് ബോധ്യമായി അതിലൊരു രാജ്യദ്രോഹവുമില്ല. വാട്സാപ്പിലൂടെ പ്രചരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് എല്ലാ മാധ്യമങ്ങളും കൊടുത്തതാണ്, ഞങ്ങളും കൊടുത്തു. ഒരു കുറ്റകൃത്യവും കണ്ടെത്താവുന്ന ഒന്നുമില്ലാത്തത് കൊണ്ട് അൻവറിനും പിണറായിക്കും, പിണറായിയുടെ പോലീസുകാരനും, അതായത് ADGPക്കും അൻവറിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമൊക്കെ മറുനാടനെ പൂട്ടാൻ ഒരു കാരണവുമില്ലാത്തത് കൊണ്ട് എല്ലാവരും പ്രസിദ്ധീകരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ്, എല്ലായിടത്തും വന്ന ഒരു ഓഡിയോ ക്ലിപ്പ്, അത് രാജ്യദ്രോഹ കുറ്റമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളൊക്കെ ദയവായി അൻവർ ഒന്ന് മനസ്സിലാക്കുക. അൻവർ മനസ്സിലാക്കിയില്ലെങ്കിലും പ്രതിപക്ഷത്തെ പാർട്ടിയുടെ നേതാവായ ഷാഫി ചാലിയും മനസ്സിലാക്കണം. ഇത് കള്ളക്കേസാണ് എന്ന് സാമാന്യ ബോധമുള്ളവർക്കറിയാം. നിങ്ങളുടെ മനസ്സിൽ അൽഖ്വയ്ദ ഉള്ളതുകൊണ്ട്, താലിബാൻ ഉള്ളതുകൊണ്ട്, നിങ്ങളുടെ മനസ്സിൽ ISIS ഉള്ളതുകൊണ്ട് നിങ്ങൾ മറുനാടിന് ഇല്ലാതാകണം എന്ന് അൻവറെ പോലെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇസ്ലാം ഉള്ളത് കൊണ്ടാണ്, അൽഖ്വയ്ദ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം ഇരിക്കണോണ്ടല്ല. ഇവരുടെ ഉള്ളിലുള്ളത് ഇസ്ലാമാണ്. ഇസ്ലാമിൻ്റെ ഐഡിയൽസാണ് അവരെ നയിക്കുന്നത്. അതിൻ്റെ മുന്നിൽ ആ സംഗതികൾ പറയുന്നതിൽ മറുനാടൻ ഷാജി ഈ ഷാജൻ സ്കറിയ ഒരു തടസ്സമാണ്. അതാണ് അവിടുത്തെ വിഷയം. അതല്ലാതെ അൽഖ്വയ്ദയോ താലിബാനോ ഒന്നുമല്ല. അതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇതെല്ലാം ഇസ്ലാമാണ് എന്നതാണ് ഷാജൻ സ്കറിയ അറിയാതെ പോകുന്നത്. ഈ പച്ചക്കള്ളം ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞേ ഇത് അവസാനിപ്പിക്കാൻ പറ്റൂ. കള്ളക്കേസ് രജിസ്റ്റർ ചെയ്യുകയും കോടതി ജാമ്യം നൽകുകയും ചെയ്ത കേസിൽ ജാമ്യമെടുക്കാൻ വേണ്ടി നിലമ്പൂരിൽ ചെന്നപ്പോൾ പോലീസ് കെണിയൊരുക്കി എന്നെ പിടിച്ചുകൊണ്ടുവന്നു മറ്റൊരു കള്ളക്കേസിൽ. അപ്പോഴാണ് അൻവർ മീശ പിരിച്ചുകൊണ്ട് ചാരുകസേരയിൽ കിടന്ന് ഇതാണ് നിന്റെ ഓണസമ്മാനം എന്ന് പറഞ്ഞത്. അങ്ങനെ അൻവറിന്റെ ഓണസമ്മാനം എനിക്ക് കിട്ടിയെങ്കിലും ബഹുമാനപ്പെട്ട കോടതി അത് തള്ളിക്കളഞ്ഞു. കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചു എന്ന് മാത്രമല്ല, ആ കേസിൽ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി പറഞ്ഞു ഇത് ദുരുപയോഗമാണ്, പോലീസിന്റെ നിയമവിരുദ്ധ പ്രവൃത്തിയാണ്. അന്ന് എനിക്ക് എറണാകുളം സെഷൻസ് കോടതി നൽകിയ ജാമ്യത്തിന്റെ 16-ാം പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നു: when the accused appears before the investigating officer as per the direction of the Honorable High Court in an application for pre-arrest bail, he will be under the expectation that in case of his arrest he will be released on bail. He appears before the investigating officer in good faith that he got protection of the order of the Honorable High Court. Arresting person while he is proceeding to the police station or on his surrender before the police on the basis of court order in connection with another case is nothing but making the court procedures a mockery. It is really a clear abuse of process of the law. The bad intention of the investigating agency is clear from the fact that disposal of this petition was delayed by the investigating officer seeking time. Today, when the matter was considered by this court at 11 a.m. today, it is reported that the petition is taken into custody at 10:25 a.m. This is nothing but abuse of the process of the court. വളരെ കൃത്യമായി പറഞ്ഞു, നിയമത്തെ ദുരുപയോഗിക്കുന്നു, കോടതിയെ പരിഹസിക്കുന്നു.
ഒരാളോട് പക വീട്ടുന്നതിന് വേണ്ടി നിയമത്തെ ദുരുപയോഗിച്ച് കോടതിയെ പരിഹസിച്ചു എന്ന് പറഞ്ഞ് കോടതിക്ക് ജാമ്യം നൽകി. ഇതൊന്നും ഷാഫി ചാലിലിന് മനസ്സിലാവാത്തത് കൊണ്ടാണോ? അതോ ഷാഫി ചാലിലിനെ ഈ ഭാരതത്തിന്റെ ഭരണഘടനയെയും ഇവിടുത്തെ കോടതികളെയും ബഹുമാനമില്ലാത്തത് കൊണ്ടാണോ? അതുകൊണ്ടാണ് മിസ്റ്റർ ഷാഫി ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് പറ്റിയ രാഷ്ട്രീയ പാർട്ടി അല്ല മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കുന്ന, ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെയും നിയമവാഴ്ചയും ആദരിക്കുന്ന, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷെ നിങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല, നിങ്ങൾക്ക് കോടതിയെ വിശ്വാസമില്ല, നിങ്ങൾക്ക് ഭരണഘടനയെ വിശ്വാസമില്ല. അതുകൊണ്ട് ദയവായി നിങ്ങൾ ലീഗിൽ നിന്നും അൽഖ്വയ്ദയിലേക്കോ മറ്റോ പോകണം. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇവിടുത്തെ SDPI-യിലോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയിലോ വല്ലോ പോകണം. നിങ്ങൾക്ക് പറ്റുന്നതല്ല ലീഗ്. ഒരു മുതിർന്ന മുസ്ലിം ലീഗ് നേതാവിനെ ഒരിക്കൽ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് തീവ്രത കൂടിയ പാർട്ടി ഉണ്ടാക്കി പോയ ചില കക്ഷികൾ, അത് PMA സലീമും ഷാഫി ചാലിയും ഒക്കെ ലീഗിലേക്ക് വന്നത് ലീഗിനെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയമുണ്ടെന്ന്. ആ സംശയം ബലപ്പെടുകയാണ്. ലീഗിന്റെ ലേബലിൽ ഷാഫി ചാലിയും അവിടെ ഇരുന്നു കൊണ്ട് മതവിദ്വേഷം പ്രചരിപ്പിക്കുമ്പോൾ, പച്ചക്കള്ളം പറയുമ്പോൾ, ഇന്ത്യൻ ഭരണഘടനയും നിയമവാഴ്ചയും തള്ളി പറയുമ്പോൾ ദയവായി ലീഗ് നേതൃത്വം തിരിച്ചറിയണം. ഇത്തരം മനുഷ്യരൂപമുള്ള വർഗീയ കോമരങ്ങൾ ലീഗിനെ കുഴപ്പത്തിൽ ചാടിക്കുമെന്ന് തീർച്ചയാണ്. ഓക്കെ, എന്തായാലും ഇത്രയാണ് ആ വീഡിയോ എന്ന് നമുക്ക് പറയാം. ഇനി നമ്മളുടെ മറ്റു ചില കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. അതിലേറ്റവും പ്രധാനം ഇതിൽ ഉപയോഗിച്ച ഒരു ഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, അതായത് ഈ ഒരു സംഭവം പറയുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നു, നമ്മുടെ നിയമവ്യവസ്ഥിതി, കോടതി, ജനാധിപത്യ രീതികൾ ഇതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്? അല്ല, അവർക്കറിയാം ഇത് നല്ലൊരു ആയുധമാണ്. അതായത് തങ്ങളുടെ അജണ്ടകൾ, ഇസ്ലാമിസ്റ്റ് അജണ്ടകൾ, അത് നടപ്പിലാക്കാൻ ഏറ്റവും മികച്ച വഴി എന്താണ്? ഫ്രീ സ്പീച്ചിനെ ഹൈജാക്ക് ചെയ്യുക, ജനാധിപത്യ സംവിധാനങ്ങളെ ഹൈജാക്ക് ചെയ്യുക, കോടതികളെ ഹൈജാക്ക് ചെയ്യുക. അതായത് നമ്മളിവിടെ കാണുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു പരിപാടികൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു നിങ്ങൾക്ക് ജൂത ഫണ്ടാണ് എന്നുള്ള കാര്യം. കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലമായതപ്പോൾ ആണ് കൂടുതൽ അത് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് BJP-ക്കാർ വന്നപ്പോൾ എന്തായി? നിങ്ങൾക്ക് സംഘി ഫണ്ടാണ് എന്നായി. സത്യത്തിൽ ഈ ജൂതന്മാരും സംഘികൾ എന്തെങ്കിലും ഫണ്ട് തരുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളെ അറിയിക്കണം. അത് വേറെ കാര്യം, ഇതുവരെ കിട്ടിയിട്ടില്ല. ഉണ്ടെങ്കിൽ തരണം. എനിക്ക് ആർക്കും ഫണ്ട് കിട്ടിയാൽ പൊളിക്കൊന്നുമില്ല. പക്ഷെ എന്താണ് ഇവരിതിങ്ങനെ പറയാനുള്ള കാരണം ഈ പറയുന്ന ആളുകൾക്ക് ഇതുപോലെ ഫണ്ട് കിട്ടുന്നുണ്ട്. ഇതിവിടെ പറഞ്ഞതാരാണ്? ഇങ്ങനെ ഫണ്ട് കിട്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഇവിടെ ഹിജാബായാലും ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങളായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുത്തി പടർത്താൻ ഒരുമ്പിട്ടിറങ്ങിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഒരു ഇസ്ലാമിക് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് തുറന്നു പറഞ്ഞത് MP ബഷീറിനെ പോലെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ്. അദ്ദേഹം ഇന്ത്യ വിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിലേർപ്പെട്ടതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞതാണ്. അതിൻ്റെ വീഡിയോ ഇതിൽ കിടപ്പുണ്ട്. അതായത് അവരുടെ കാര്യങ്ങൾ, അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഫണ്ട് തന്നുകൊണ്ട് തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ നടക്കുന്നു. അത് ഒരു വസ്തുതയാണ്. അത് പുറത്തുനിന്ന് വരുന്ന സംഗതികളായിക്കൊണ്ട് തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചുള്ള സംഗതികൾ വരുമ്പോൾ അവർ ചിന്തിക്കും, അതിൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. കാരണം എന്താണ്? അവർക്ക് കിട്ടുന്നതും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാകുമ്പോൾ എതിർത്ത് നിൽക്കുന്ന ആളുകൾ അവരും ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ആകാനാണ് സാധ്യത എന്ന് ചിന്തിക്കുക. അത് ചെറിയ 5ാം ക്ലാസ് അല്ലെങ്കിൽ 2ാം ക്ലാസ് സൈക്കോളജിയാണ്. അതിന് പ്രത്യേകിച്ച് വലിയ PhD-യുടെ ആവശ്യമൊന്നുമില്ല. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഇവർ പറയുന്നു കോടതിയെ മോദി ദുരുപയോഗം ചെയ്യുന്നു, അതല്ലെങ്കിൽ അവർ ദുരുപയോഗം ചെയ്യുന്നു, ഇവർ ദുരുപയോഗം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പോൾ എന്താ ഇങ്ങനെ പറയാൻ കാരണം? നമ്മൾ കണ്ടതാണ് ഈ ഗുജറാത്ത് കലാപം, അതുപോലെ മറ്റ് ചില വിഷയങ്ങളിലൊക്കെ കോടതിയിൽ ഇങ്ങനെ അറസ്റ്റ്, അതുപോലെ വിചാരണ നേരിടുന്ന സമയങ്ങളിൽ മോഡി പച്ചയ്ക്ക് വന്ന് പറഞ്ഞ എന്താണ്? ഞാനിതിനെ മാനിക്കുന്നു, നമ്മൾ അതിൻ്റെ ആ വിചാരണ, ആ പ്രോസസ്സിലൂടെ കടന്നു പോകും, ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ ശിക്ഷ നേരിടും എന്ന് പച്ചയ്ക്ക് എന്ന് പറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേട്ടയാടുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഇവിടെ ആരും നടന്നിട്ടില്ല. ഇതാണ് നമ്മളിവിടെ കണ്ടത്. കെജ്രിവാളിനെ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് കണ്ടു. അതിൽ നമ്മൾ കണ്ടത് അതാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? വേട്ടയാടുന്നു. നമ്മളെ രാഹുൽ ഗാന്ധി എന്താ പറയുന്നത്? വേട്ടയാടുന്നു. അപ്പോൾ ഈ വേട്ടയാടുന്നു എന്ന് പറയാൻ കാരണം ഇവർ വേട്ടയാടിയിട്ടുണ്ട്, വേട്ടയാടിയതിൻ്റെ ചരിത്രം ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ ആരെങ്കിലും ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉടനെ അവർ പറയുന്നത് എന്താണ്? ഞങ്ങളെയും വേട്ടയാടുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഷാജൻ സ്കറിയ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിലൂടെ സംഭവിക്കുന്നത് എന്താണ്? ഇവരാണ് സത്യത്തിൽ ഇതൊക്കെ ചെയ്തുകൊണ്ട് നടന്നിരുന്നത്. ഈ പോലീസിനെ ദുരുപയോഗം ചെയ്തിരുന്നത് ഇവർ തന്നെയാണ്. മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്തിരുന്നത് അതും ഇവർ തന്നെയാണ്. കോടതികളെ, ആ വിധികളെ,
ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ഒരു സാധനത്തെ ഹൈജാക്ക് ചെയ്തിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ തളച്ചിട്ട് ഇരവാദത്തിൽ കുടുക്കിയിടുന്ന പരിപാടി, അതാണ് ഇവിടുത്തെ കാക്കമാർ പ്രധാനമായിട്ട് ചെയ്തിരുന്നത്, മീഡിയ വൺ. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ അത് തന്നെയാണ് ചെയ്യുന്നത് എന്ന ഒരു തോന്നൽ ഇവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഷാഫി ചാലിയും ഇതിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ പറയുന്നതും ചെയ്യുന്നതും. യഥാർത്ഥത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത്, അവർ ഏറ്റവും കൂടുതൽ ഇതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ കൂടിയാണ്. ഈ സംവിധാനങ്ങളെ ഹൈജാക്ക് ചെയ്യുക, അത് വെച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മലിനപ്പെടുത്തുക, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്, ഈ മതം അത് വെച്ചുള്ള ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൽ ഒരു തെറ്റുമില്ല എന്ന രീതിയിലേക്ക് അത് മുസ്ലിങ്ങളുടെ ഇടയിൽ നോർമലൈസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇന്ന് ബാക്കിയുള്ള ആളുകളെ കൊണ്ട് അത് ചെയ്യിക്കുന്ന തലത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ അജണ്ട, അത് വെറും പവർ അജണ്ടയല്ല, അത് കൃത്യമായ ഇസ്ലാമിക അജണ്ട തന്നെയാണ്. ഇസ്ലാമിക ഭരണം ആ രീതിയിൽ പോവുക, മതത്തിൽ നിന്നും പോവലാണ് ലീഗിൽ നിന്നും പോകുന്നത് എന്ന് പറയുമ്പോൾ അത് കൃത്യമായ മതമാണ് ഈ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയാൽ നിങ്ങൾ നരകത്തിൽ പോകും എന്നാ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് ഒരു പാർട്ടി വിട്ട് വേറൊരു പാർട്ടിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നത്? നിങ്ങൾക്ക് കോൺഗ്രസ് ആയി, നാളെ തോന്നുകയാണ് BJP, ഓക്കെ BJP പോകുന്നു, BJP നിങ്ങൾക്ക് അത് വേണ്ട, നമുക്ക് വേറൊരെണ്ണത്തിലേക്ക് പോകാം, നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകാം, കനൽ ഒരു തരി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആരെങ്കിലും പോയാൽ അതിനിവിടെ അനുവാദമുണ്ട്. പക്ഷേ മുസ്ലിം ലീഗുകാർ പറയുന്നത് അങ്ങനെയല്ല, നിങ്ങൾ ഈ പാർട്ടി വിട്ടു പോയാൽ നിങ്ങൾ നരകത്തിൽ പോകും എന്ന് പറഞ്ഞിട്ട് ആളുകളെ പിടിച്ചു വെക്കുമ്പോൾ അത് മതമാണ്. ആ മതമാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഷാജി പറഞ്ഞെന്താണ്, മതമാണ് 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 ഞങ്ങൾക്ക് വലുത് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായ മതമാണ്. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നിങ്ങൾ കണ്ടു. ഒരു കാര്യം ഞാൻ ഷാജൻ സ്കറിയോട് പറയുന്നത്, താങ്കളുടെ ആ ഒരു ഇൻറ്റഗ്രിറ്റി അത് നമുക്ക് നന്നായി ബോധിക്കുന്നു. അത് നമുക്കൊരു വലിയൊരു അഭിമാനമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണമെന്ന് വിചാരിച്ചത്. പ്രത്യേകിച്ച് താങ്കൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നേരിടുന്ന ആ ഓരോ ഘട്ടത്തിലും നമ്മളാലാവുന്ന രീതിയിൽ നമ്മുടെ സർക്കിളിൽ ഇത് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ സംഘിവിളികൾ, അതല്ലെങ്കിൽ പല പല കാര്യങ്ങൾ. അന്നും നമ്മൾ പറഞ്ഞു കോടതിയിലൂടെ വിധികൾ പുറത്തു വരുമ്പോൾ നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും തൽക്കാലം ഇത് എൻ്റെ മുന്നിൽ മാധ്യമവേട്ട തന്നെയാണ്, ഇത് ഫാഷിസമാണ്. ബാക്കിയുള്ളത് ഷാജൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരട്ടെ, അപ്പോഴത്തെ കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അൻവറല്ല തീരുമാനിക്കുക, അത് കോടതിയാണ്. അതിന് നമ്മൾ കാത്തിരിക്കുക. അതുപോലെ ഈ SC/ST അതിൻ്റെ നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു പരാതി ഈ അടുത്താണ് അതിൻ്റെ വിധി വന്നത്. അതും ദുരുപയോഗമാണ്. അത് കൃത്യമായ അങ്ങനെ ഒരു ഇൻറ്റൻ്റ് ഇല്ലാതെ അത് പറഞ്ഞത്, അതല്ലെങ്കിൽ അതാണെന്ന് വരുത്തി തീർക്കുക, അതിൻ്റെ പേരിൽ ശ്രീനിജൻ കൊടുത്ത കേസ് അത് തള്ളിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് സുപ്രീം കോടതിയിൽ നിന്ന്. എന്താണ് അവിടെ കാണുന്നത്? നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന പരിപാടി അത് ഇവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പഴി മുഴുവൻ ഇവിടുത്തെ BJPക്കാർക്കും. സ്വന്തം പാളയത്തിൽ നിങ്ങൾ സ്വന്തം കൈകൊണ്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പാതകങ്ങൾ ആദ്യം നിങ്ങൾ കാണാനും അത് തിരുത്താനും പഠിക്കണം. എന്നിട്ട് മതി ബാക്കിയുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള ആളുകളെ ആരോപിച്ചുകൊണ്ട് സത്യത്തിൽ നിങ്ങളിവിടെ ചെയ്യുന്ന എന്താണ്? നിങ്ങളിത് ക്ലിയർ ആക്കണമെന്നുള്ള ഒരു സദുദ്ദേശം ഉണ്ട് എന്നല്ല ഇവിടെ വരുന്നത്. നിങ്ങൾക്കും അത് ചെയ്യാനുള്ളൊരു ലൈസൻസ് ആക്കിയിട്ട് നിങ്ങളത് മാറ്റുന്നു എന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളാവുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു മാധ്യമം എന്ന രീതിയിൽ ഷാജൻ സ്കറിയയുടെ ആ ഒരു മോറൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നാലെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളത് ഒന്നിവിടെ പറയുകയാണ്. അതാണ് നമുക്ക് ഈ നാടിനോട് സ്നേഹമുണ്ട് എന്നതിൻ്റെ പേരിൽ നമുക്ക് പറയാനുള്ള ഈ പ്രണയ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാലും ചില പരിഭവം കൂടിയുണ്ട്, അതുകൂടി ഇവിടെ ചേർത്ത് പറയുകയാണ്. ആ പരിഭവം പ്രധാനമായിട്ടും കപട വൈദ്യങ്ങളെ ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനൽ അതിൻ്റെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നു. അതൊരു വലിയ വിഷയമാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയുകയാണ്, എന്നെ ഞാനാക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ചെറിയ പങ്ക് ഈ മറുനാടൻ മലയാളിക്കുണ്ട്. അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2017 ഇവിടെ നിപ്പ ആ സമയത്ത് നിപ്പയാണോ അത് ഏതോ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായ സമയത്ത് 17-18 സമയത്ത് അന്ന് ഹോമിയോപ്പതി മേഖലയിലുള്ള ആളുകൾ ഇതെല്ലാം പ്രതിരോധ മരുന്നുണ്ടെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി അതിനു വേണ്ടിയിട്ട് ഇവിടെ വലിയ കോലാഹലം സൃഷ്ടിച്ചപ്പോൾ ഞാനൊരു ആർട്ടിക്കിൾ എഴുതി. ആ ആർട്ടിക്കിൾ ഇതായിരുന്നു, അതായത് പ്രതിരോധ മരുന്ന് എന്ന ഈ നാടകം എന്ന് അവസാനിക്കും എന്ന് ചോദിച്ചിട്ട് ഹോമിയോ ഡോക്ടർ തന്നെ വിമർശിക്കുന്ന രീതിയിൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു സാധനം എഴുതിയിട്ടു. അത് നമ്മളുടെ മറുനാടൻ മലയാളി അവരുടെ ഓൺലൈൻ പോർട്ടലിൽ അതൊരു വാർത്തയായിട്ട് വരുന്നു. അതങ്ങ് വൈറലായതോടുകൂടി ഹോമിയോ സർക്കിളിലൊക്കെ വലിയ പ്രശ്നമായി. എന്നെ വിളിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യണം, അത് മാറ്റണം എന്നൊക്കെ. ഞാൻ പറഞ്ഞു എന്തിനു മാറ്റണം, എനിക്ക് പറയാനുള്ളത് പറയാം, ഇവിടെ ഫ്രീ സ്പീച്ച് ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. പത്രത്തിൽ വന്നതാണ്, അവരത് പബ്ലിഷ് ചെയ്തു, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മെയിൻ സ്ട്രീം മീഡിയ ഒന്നും എടുത്തിട്ടില്ല, ആകെ കൂടി എടുത്തത് ഈ ഒരു മീഡിയ തന്നെയാണ്. അപ്പോൾ ഞാൻ അന്ന് വലിയ സന്തോഷവാനായി. കാരണം എന്താണ്, ഒരു മാധ്യമമെങ്കിലും യഥാർത്ഥത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയാൻ അനുവദിച്ചല്ലോ എന്ന വലിയൊരു സന്തോഷം എനിക്കുണ്ടായി. അന്ന് റിജു ആയിരുന്നു അന്ന് അത് റിപ്പോർട്ട് ചെയ്ത ഒരാൾ, സ്വതന്ത്ര ചിന്തകനാണ്, നമ്മുടെ സുഹൃത്തുമാണ്. അപ്പോൾ അദ്ദേഹം ത്രൂ ആണ് ഈ മാധ്യമത്തിൽ അത് റിപ്പോർട്ട് ചെയ്ത് വന്നത്.
അതിനുശേഷം പിന്നീട് പലപ്പോഴും നമ്മൾ ചില വാർത്തകൾ വരുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് കോവിഡിൻ്റെയൊക്കെ സമയത്തുണ്ടായിട്ടുള്ള ചില അനാവശ്യമായിട്ടുള്ള അവകാശവാദങ്ങൾ, ഹോമിയോ മരുന്ന് അത് ചെയ്തു ഇത് ചെയ്തു, ചില തുള്ളി മരുന്ന് ഭയങ്കര സംഭവമാണെന്നൊക്കെ ഏതോ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ഇതെല്ലാം വലിയ ഫീച്ചറായിട്ട് ഈ അടുത്ത് പോലും ചില ഡോക്ടർമാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇതുപോലെ പറയുന്നത് ഇവരുടെ ചാനലിൽ കാണുന്നു, തിരുവനന്തപുരത്തുള്ളൊരു ഡോക്ടറുടെ. അപ്പോൾ ഇതിലെല്ലാം അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ പ്രതിരോധ ചികിത്സയുടെ പ്രശ്നങ്ങൾ, ആഴ്സനിക മാലിന്യം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം, ഇതെല്ലാം വന്നപ്പോൾ ഒരിക്കൽ ഞാൻ ഇദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു, ഫോൺ നമ്പർ തപ്പി പിടിച്ചിട്ട്. അങ്ങനെ ഫോൺ എടുത്തു സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന പോലെ ഒരു ഡോക്ടറാണ്, ഹോമിയോ വിട്ട ഡോക്ടറാണ്, ഇങ്ങനെയാണ് സംഭവം, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാണ്, ഇത് അശാസ്ത്രീയമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഗവൺമെൻറ് എന്തിനാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് എന്നോട് ചോദിച്ചത്. ഗവൺമെൻറ് അത് നിരോധിക്കട്ടെ, ഞാനതിനെതിരെ വാർത്ത കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാനത് ആലോചിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിലൊരു ന്യായമുണ്ട്. അതായത് ഈ ഒരു ചോദ്യമാണ് ഇവിടുത്തെ പൊതുജനവും ചോദിക്കുന്നത്. നമ്മളിത് അശാസ്ത്രീയമാണ്, ഇത് അതാണ് പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോഴും ഗവൺമെൻറ് ഇത് സപ്പോർട്ട് ചെയ്യുന്നു, ഇതിങ്ങനെ പബ്ലിക് ഫണ്ട് ഇതിന് കൊടുത്തുകൊണ്ട് പൈസ ഇങ്ങനെ വേസ്റ്റ് ആക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് നമ്മളുടെ ഒരു പ്രശ്നമാക്കേണ്ടത് എന്ന ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടാവുന്നതും അതിനുശേഷം അതിനെതിരെ സംസാരിച്ച് തുടങ്ങുന്നത് ആ ഒരു സംഭാഷണത്തിന് ശേഷമാണ്. അപ്പോഴും പലപ്പോഴും ഇദ്ദേഹം ഇതുപോലെ വാർത്ത ഹോമിയോപ്പതി ആയുർവേദം ഇതിനൊക്കെ അനുകൂലമായിട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെയൊക്കെ സർക്കിളിൽ വലിയ വിഷയമായിട്ട് വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇത് കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ, അതുപോലെ തന്നെ അത് ഗവൺമെൻറ്റുകളെ ബോധിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ, ഗവൺമെൻറ് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ, ഇത് കൊടുക്കുന്നതിനെതിരെ ഇവിടെ ഏത് മാധ്യമം എഴുതുന്നതിന് മുന്നേ ആദ്യം എഴുതുക മറുനാടൻ മലയാളിയായിരിക്കുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വേണ്ടത് എന്താണ്? ഇവിടെ UK സംഭവിച്ചിട്ടുള്ള പോലെ ഹ്യൂമനിസ്റ്റ് ഓർഗനൈസേഷൻ അവരൊക്കെ നടത്തിയിട്ടുള്ള ചില നീക്കങ്ങളുണ്ട്. അവർ നീക്കങ്ങൾ നടത്തി അവിടെ പാർലമെൻറ്റിൽ വരെ ചർച്ചയാക്കി ഹോമിയോപ്പതിക്ക് കൊടുക്കുന്ന പബ്ലിക് മണി, അത് ഫണ്ടിങ് അത് നിർത്തിച്ചു. NHS ഫണ്ടിങ് നിർത്തിച്ചപ്പോൾ അവിടെ ആ സാധനം ഇന്ന് ആളുകൾ അവരുടെ പബ്ലിക് മണി അതിനുവേണ്ടി ചിലവാക്കുന്നില്ല. അപ്പം നമ്മളൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്താണ്? ആ രീതിയിൽ നമ്മുടെ നാട്ടിലും പബ്ലിക് മണി ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത് നമ്മൾ നിർത്തണം. ഇതിന് തെളിവില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് പല രാജ്യങ്ങളും അത്തരം നീക്കങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും ആ നീക്കം എടുപ്പിക്കണം, അതിന് നമ്മൾ മെനക്കെടണം എന്ന ഒരു നിശ്ചയവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ അത് സ്ഥാപിക്കാനായാൽ വർഷങ്ങളെടുക്കുമായിരിക്കും. കാരണം മൊത്തത്തിൽ നമ്മളൊരു സയൻറ്റിഫിക് ടെമ്പർ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. നമ്മളിൽ നിന്നൊന്നും തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുണ്ടാവുന്നത്. ഭാവിയിൽ ഇതിലൂടെയൊക്കെ ഉണ്ടാവുന്ന രാഷ്ട്രീയക്കാർ ആരോഗ്യമന്ത്രിമാരും ഒക്കെ ആയിട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും ഇതൊക്കെ എടുത്ത് ദൂരെ കാട്ടിൽ കളയുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അന്നും അത് പ്രചരിപ്പിക്കാൻ ഇവിടെ മറുനാടൻ മലയാളി ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും കപടശാസ്ത്രങ്ങൾ, കപടവൈദ്യങ്ങൾ, അതിനെതിരെ ഒരു പൊതുബോധം ഉണ്ടാക്കാനും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഒരു ചലനം സൃഷ്ടിക്കാനും അതിനെക്കുറിച്ചുള്ള യഥാർത്ഥ വാർത്തകൾ എത്തിക്കാനും അതിനും കൂടി ഈ മാധ്യമം ഒരു സപ്പോർട്ട് തന്നാൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് പല പല കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ ലക്ഷ്യം കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഒരു വലിയ സഹായം കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള കാര്യം എന്നും കൂടി ഞാൻ ഷാജൻ സ്കറിയയെ ഒന്ന് അറിയിക്കുകയാണ്. കാരണം ഇത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൊള്ളയാണ്. ഈ ഇതര വൈദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ചെലവഴിക്കുന്ന ഓരോ പൈസയും അതുണ്ടെങ്കിൽ ഇവിടെ എത്ര ആളുകൾക്ക് വാക്സിൻ കൊടുക്കാം, എത്ര ആളുകൾക്ക് നല്ല സംവിധാനങ്ങൾ ഒരുക്കാം. കേരളത്തിൻ്റെ കാര്യമല്ല, കേരളത്തിൽ എത്ര കിട്ടിയിട്ടും കാര്യമില്ല, അത് വെള്ളത്തിൽ കക്കൂസിൽ ഒഴുകുന്ന അവസ്ഥയാണ്. എന്നാലും പൊതുവിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹെൽത്ത് കെയർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ പല പല മേഖലകൾ ഇന്നും ബാക്കി കിടക്കുമ്പോൾ അതിലേക്ക് ചെലവഴിക്കേണ്ട തുക കോടിക്കണക്കിന് രൂപ, 5,000 കോടി 6,000 കോടിയൊക്കെയാണ് ഓരോ വർഷം ഇതിനുവേണ്ടി നീക്കി വെക്കപ്പെടുന്നത്. ഇത് ചെലവഴിക്കുന്നത് ഒരു ഗുണവുമില്ലാത്ത സംഗതികൾക്ക് വേണ്ടി. നമ്മൾ ഗവേഷണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൽ നമ്മൾ കാണുന്ന എന്താണ്? ജെനുവിനായിട്ടുള്ള റിസർച്ച് പ്രോജക്റ്റിന് ഫണ്ടില്ല. എന്നാൽ ഇവിടെ വെളുത്തുള്ളി കൊടുത്ത ഗ്യാസ് മാറുമോ, കീഴ്വായു പോകുന്നതിൻ്റെ മണം മാറുമോ എന്നുള്ളത് റിസർച്ച് ചെയ്യാൻ ഇവിടെ ആയുഷിൻ്റെ ഫണ്ടാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതിനു വേണ്ടി കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നത്. എന്നാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില മെഡിസിൻസ്, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ജനറിക് മെഡിസിൻസ്, അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള മെഡിസിൻ, ഇത് കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് അസസ് ചെയ്യാൻ നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് പഠനം നമ്മൾ നടത്തുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യാൻ, അതിനുവേണ്ടി ഫണ്ട് ഇറക്കാൻ ഇവിടെ ഗവൺമെൻറ് കയ്യിൽ പൈസ ഇല്ല. ഇതാണ് അവസ്ഥ. ഇത് നമ്മൾ അറിയേണ്ട കാര്യമല്ലേ? ജെനുവിനായിട്ടുള്ള പഠനങ്ങളല്ലേ? ഇതുപോലെ പല പല കാര്യങ്ങൾ, ചില പഠനങ്ങളൊക്കെ കാണുമ്പോൾ ചിരി വരും. അതായത് കരിക്ക് വെള്ളം കൊടുത്തിട്ട് ക്രോൺസ് ഡിസീസസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് 5 കോടി രൂപ. എന്താണ് അതിൻ്റെ ആവശ്യം? നെയ്യ് കൊടുത്തിട്ട് ഇങ്ങനെ വയറ്റിൽ ഗ്യാസ് പോകുന്നതിന് വ്യത്യാസമുണ്ടോ എന്ന് നോക്കുന്ന പഠനം, ഇതിന് 10 കോടി രൂപ. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആയുഷ് പ്രേമം, അതിനു വേണ്ടിയിട്ട് കോടികൾ ചെലവഴിക്കുന്ന അവസ്ഥ.
ഇത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. പൊതുപണമാണ് ഇതുപോലെ വേസ്റ്റ് ആകപ്പെടുന്നത്. ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മേഖലയിൽ മാത്രമാണ് നമുക്കിതിനകത്തൊരു ഈ വാർത്തകൾ കൊടുക്കുമ്പോൾ, സപ്പോർട്ടീവായിട്ട് കൊടുക്കുമ്പോൾ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാധനമായിട്ട് മാറുന്നു എന്ന് പറയുന്നതിൽ നമുക്കൊരു വിയോജിപ്പുള്ളത്. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഈ ഒരു വിഷയത്തിൽ മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്കും ഫ്രീ സ്പീച്ചിനെ ഉയർത്തിവെക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്കും അതിൻ്റെ അമരക്കാരൻ എന്നുള്ള രീതിയിൽ ഓൺലൈൻ മീഡിയയുടെ ഒരു വലിയൊരു സാധ്യത തുറന്നു കാണിച്ച് നമുക്കും ഇതുപോലെ ഒരു ചാനലും ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു എനർജിയും ഇതിനൊരു സാധ്യത ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി തന്നതിൽ വലിയ പങ്ക് ഷാജൻ സ്കറിയയ്ക്കുണ്ട്. അതുകൊണ്ട് അതിനുള്ള നന്ദിയും കൂടി ഞാനിവിടെ അറിയിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രണയലേഖനം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ചില വാർത്തകൾ ഞാൻ പറയുകയാണ്. ഇതെന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം, ഈ ഇസ്ലാമിക് രീതിയിലുള്ള ആളുകൾ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ ധാരണ കിട്ടാൻ വേണ്ടിയിട്ട്. അതിലൊന്ന് പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞ ഒരു വിഷയം തന്നെയാണ്. പേജർ പൊട്ടി ആളുകൾ മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. അതിൽ മരിച്ച ആളുകളുടെ ഫ്യൂണറൽ നടക്കുന്ന സമയത്ത് വീണ്ടും വോക്കി ടോക്കി പൊട്ടിയിട്ട് വീണ്ടും ആളുകൾ മരിക്കുന്നു. അങ്ങനെ മൊത്തം 19 ആളുകൾ മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ഇത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് ഹിസ്ബുള്ള എന്നുള്ളത് നമുക്കറിയാം. ഒരു ഇറാൻ്റെ പ്രോക്സി ആയിട്ട് അവിടെ ഇസ്രായേലിനെതിരെ വാർ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. അവർക്ക് പ്രത്യേകിച്ച് ഇസ്രായേലായിട്ട് നേരിട്ട് ശത്രുതയൊന്നുമില്ല, അവരെ സ്ഥലം പിടിച്ചു വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ജൂതന്മാരെ ആക്രമിക്കണമെന്ന ഒരു ഐഡിയൽ, മത ഐഡിയൽ ഇത് തന്നെയാണ് അവിടെ വർക്കൗട്ട് ആവുന്നത്. അതിനുശേഷം പലസ്തീനിൽ നടന്നിട്ടുള്ള ഒരു പോളിംഗ് അത് നടത്തിയപ്പോൾ അതിൽ കണ്ടത് ഒക്ടോബർ 7 നടന്ന ആ ഒരു അറ്റാക്ക് അത് ശരിയായില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ഗാസൻ സിറ്റിസൺസ് മാറുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പലസ്തീനികൾ എന്ത് ചെയ്താലും ശരിയെന്ന് പറയുന്ന സ്വരാജിനെ പോലെയുള്ള ആളുകൾ ഉള്ളപ്പോൾ ഗാസയിൽ ജീവിക്കുന്ന ആളുകളുടെ അഭിപ്രായം മാറുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം എന്താണ്, അവർ സ്വയം ചോദിക്കാൻ ഇത് എന്തിനപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നതല്ലേ? ഒക്ടോബർ 7 വരെ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? ഇപ്പോൾ എന്തപ്പോൾ ഇവിടെ ഉണ്ടായത്? എന്തിനിപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ബോംബിട്ട് തീർക്കുന്നത്? ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ഗാസൻസ് സ്വയം ചോദിക്കുന്ന അവസ്ഥ. അവർ അവിടെ ഹമാസിനെ തള്ളിപ്പറയുന്ന അവസ്ഥ. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഇതിൻ്റെ പോളിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ 57% ആളുകൾ അവർ പറയുകയാണ് ഒക്ടോബർ 7 നടന്ന ആ ഒരു അറ്റാക്ക് ദാറ്റ് വാസ് ഇൻകറക്റ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അത് തെറ്റായിപ്പോയി എന്ന് പറയുന്നു. എന്നാൽ ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ നടത്തിയപ്പോൾ 57% ആളുകൾ ഇത് ശരിയായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്താണ് നേരെ റിവേഴ്സായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നത്. അതായത് അവരുടെ അഭിപ്രായം മാറുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അതുകൂടാതെ ഹമാസിനുള്ള സപ്പോർട്ട് മാറുന്നു എന്ന് മാത്രമല്ല, യഹിയ സിൻവറിനെ പോലെ ഈ ഒക്ടോബർ 7 മാസ്റ്റർ മൈൻഡ് എന്ന് വിളിക്കുന്ന ആളാണ്. പുള്ളിയുടെ പേര് കഴുതയ്ക്കിട്ടിട്ട് യല്ല സിൻവർ എന്ന് പറഞ്ഞിട്ട് കഴുതയെ ഓടിക്കാൻ കഴുതയ്ക്കിടുന്ന പേരായിട്ട് വരെ ഇന്ന് സിൻവറിൻ്റെ പേര് ഉപയോഗിക്കുന്ന നിലയിലേക്ക് ഗാസയിലെ ആളുകൾ മാറുമ്പോൾ ഇവിടെ യഹിയ സിൻവറിനെ വിളിക്കുന്നത് സ്വാതന്ത്ര്യ സമര പോരാളി എന്നാണ്. ഇതാണ് ആ വ്യത്യാസം. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അവരോട് നിരുപാധികം സപ്പോർട്ട് കൊടുക്കുന്നു? ജൂതവിരുദ്ധത തന്നെയാണ് അതിൻ്റെ കാരണമായിട്ട് വരുന്നത്. അവർക്ക് ചരിത്രം അറിയേണ്ട ഒരു ആവശ്യമില്ല. അവിടെ ഇസ്രായേൽ ഒക്ടോബർ 7 മുന്നേ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത് പോലും ചോദിക്കാനില്ല. അത് ഭരിച്ചുകൊണ്ടിരുന്നത് ഹമാസാണ്, സ്വയംഭരണമായിരുന്നു എന്നുള്ള കാര്യം പോലും അറിയാൻ അവർക്ക് താല്പര്യമില്ല എന്ന് വരികയാണ്. ഇനി മൂന്നാമത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ അവിടെ വെസ്റ്റ് ബാങ്കിലുള്ള റമല്ല എന്ന് പറയുന്ന സ്ഥലത്ത് 45 ദിവസം ക്ലോസ് ചെയ്ത് അൽ ജസീറ സീല് വെക്കാനുള്ള ഒരു ഉത്തരവുമായിട്ട് അവിടെ വന്നിരിക്കുകയാണ്. Israeli forces have raided the offices of news broadcaster Al Jazeera in Ramallah in the occupied West Bank and ordered it to close for an initial period of 45 ദിവസം. 45 ദിവസത്തേക്ക് പൂട്ടിയിടണം. ഇതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ അൽ ജസീറ ചെയ്തുകൊണ്ടിരിക്കുന്ന മുക്കാൽ മീഡിയ പ്രവർത്തനം അത് നമ്മളിതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ നാസ് ഡെയിലി എന്ന് പറയുന്ന ഒരു ഇസ്രായേലി പൗരനായിട്ടുള്ള ഒരു മുസ്ലിം ആയിട്ടുള്ളൊരു വ്യക്തി പുള്ളി ഒരിക്കൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ അൽ ജസീറയുടെ ഒരു ശരിക്കും നടത്തുന്ന ഒരു തുരപ്പൻ പരിപാടി അവർ 2 ലാംഗ്വേജിൽ ചെയ്യുന്നു. അറബിയിലും ചെയ്യുന്നു, ഇംഗ്ലീഷിലും ചെയ്യുന്നു. ഇംഗ്ലീഷിൽ ചെയ്യുന്ന സംഗതികൾ മുഴുവൻ അടിപൊളി സാധനം. അത് കണ്ടു കഴിഞ്ഞ ആളുകൾ വിചാരിക്കും ഇത് റോയിറ്റേഴ്സ് ആണോ അല്ലെങ്കിൽ ഇത് BBC പോലെ ഉണ്ടല്ലോ എന്ന് ആളുകൾക്ക് തോന്നും. എന്നാൽ അറബിയിൽ ചെയ്യുന്ന വാർത്തകൾ അതിനകത്ത് കുത്തിത്തിരിപ്പാണ്, അതിനകത്ത് പ്രൊപ്പഗൻഡയാണ്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അറബി സംസാരിക്കുന്ന ആളുകൾ, ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവാത്ത അറബിയിൽ മാത്രം സംസാരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഇവർ കൊടുക്കുന്ന വാർത്ത അത് വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. ഇംഗ്ലീഷിൽ കൊടുത്ത വാർത്തയുടെ നേരെ വിപരീതം അതെല്ലാം അവർക്ക് അനുകൂലമാക്കിയിട്ട് ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് ആ രീതിയിലേക്ക് കൊടുക്കുന്ന അവസ്ഥ. ഇത് കയ്യോടെ വാർത്തയാക്കുകയും പറയുകയും ചെയ്ത ആളാണ് നാസ് ഡെയിലി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നുസൈർ എന്നോ അങ്ങനെ കണ്ടാണ് ആളുടെ പേര്. 60 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഒരു വീഡിയോ ചെയ്യുന്ന ആൾ. നമ്മൾക്ക് കൊതിയാണ്, നമ്മൾ 60 മിനിറ്റ് കഴിഞ്ഞാലും തീരാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത്
ആൾ പറഞ്ഞത് ഇത് തന്നെയാണ്. ഈ മുക്കാൽ മീഡിയ നടത്തി, ഇൻ്റർനാഷണൽ മുക്കാൽ മീഡിയയാണ് അവർ ചെയ്യുന്ന ഈ തുറപ്പം പരിപാടിയാണ്. അപ്പോൾ ഇത് വലിയ തോതിൽ പ്രൊപ്പഗൻഡ ആക്കുന്നു മാത്രമല്ല, ആളുകളിൽ വിദ്വേഷം ഉണ്ടാക്കി അവരെ വലിയ തോതിൽ പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥ ഉണ്ട്. ഫ്രീ സ്പീച്ചിനെ ഹൈജാക്ക് ചെയ്യുന്ന അവസ്ഥ, പത്രസ്വാതന്ത്ര്യത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പ്രൊപ്പഗൻഡ ടൂൾസാക്കി മാറ്റുന്ന അവസ്ഥ, ഇതാണ് ചെയ്തത്. ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തിരുന്നത്, ഇതാണ് ഓരോ ഫാഷിസ്റ്റുകളും ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഫാഷിസമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇതവിടെ സംഭവിക്കുന്നത്. ഏതായാലും ഇന്ന് അവിടെ അത് പൂട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനു മുന്നേ പൂട്ടിയിട്ടുള്ള ആളുകളുണ്ട്. സൗദി അറേബ്യ പൂട്ടിയതാണ്, ദുബായ് പൂട്ടിയതാണ്, ബഹ്റൈൻ പൂട്ടിയതാണ്, ഈജിപ്ത് പൂട്ടിയതാണ്. ഈജിപ്ത് പൂട്ടുന്നതാണ് അതിൽ ഏറ്റവും വലിയ തമാശ. അവിടെ ആ വിപ്ലവം നടക്കുന്ന സമയം 2013 അവരുടെ നാട്ടിൽ ബ്രദർഹുഡിനെ പ്രകീർത്തിക്കുന്ന ഒരു പത്രമായിട്ടാണ് നമ്മളുടെ അൽ ജസീറ വന്നത്. നിങ്ങൾക്ക് തോന്നും അതിനെന്താ കുഴപ്പമെന്ന്. ഈ ഇസ്ലാമിക് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന സാധനം അതൊരു അസൽ തീവ്രവാദ സംഘടനയാണ്. നമ്മുടെ നാട്ടിലെ ഈ ജമാഅത്ത് ഇസ്ലാമി, സുഡാപ്പികൾ എന്നൊക്കെ വിളിക്കുന്നവരുടെ ഒരു വല്യാപ്പയായിട്ട് വരും ഈ മുസ്ലിം ബ്രദർഹുഡ്. ഇവിടെ അവർക്ക് ഫാൻ ബേസ് കൂടുതലാണ്. അപ്പോൾ ആ നാട്ടിൽ ഇങ്ങനെ ഒരു ഇസ്ലാമിക് റവല്യൂഷൻ മുസ്ലിം ബ്രദർഹുഡ് ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ ജനാധിപത്യ രീതിയിൽ നിലകൊണ്ടിരുന്ന ആ ഒരു സർക്കാരിനെ അട്ടിമറിച്ചിട്ട് വന്നപ്പോൾ അതിനെ പ്രകീർത്തിച്ച് വിസ്മയം പോലെ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞ ടീമാണ് ഈ അൽ ജസീറ. അന്ന് തന്നെ അവർ പിടിച്ചതിനെ പൂട്ടി. ഇതാണ് ഉണ്ടായത്. ഈജിപ്ത് ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് ഒരു വാർത്ത. രണ്ടാമത്തേത്, നമ്മുടെ യഹിയ സിൻവറിനെ, കഴുതയ്ക്ക് പേരിട്ട് നടക്കുന്ന ആളെ, അതിനെ കാണാനില്ല എന്നുള്ളത്. കുറച്ച് നാൾ മുന്നേ പർദ്ദയൊക്കെ ഇട്ട് പെൺവേഷം കെട്ടി നടക്കുന്നു എന്നൊക്കെ പറയുന്നു. ഏതായാലും ഇദ്ദേഹത്തെ കാണാനില്ല, ആൾ മരിച്ചുപോയി, വൂണ്ടഡായി കിടക്കുന്നു എന്നുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും മരിക്കാനാണ് കൂടുതൽ സാധ്യത. കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഏതെങ്കിലും ഒരു തുരങ്കത്തിൽ ഇതുപോലെ ആൾ കഴിയുന്നുണ്ടാവണം. കാരണം തുരങ്കത്തിലാണ് ആൾ പൊതുവെ താമസിക്കാറുള്ളത്. അദ്ദേഹത്തെ അവർ തന്നെ വിശേഷിപ്പിക്കാറുള്ളത് ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വരച്ചാണ്. ഒരു എലിയുടെ രൂപത്തിലാണ് യഹിയ സിൻവറിനെ അവർ തന്നെ വിശേഷിപ്പിക്കാറുള്ളത്. പ്രത്യേകിച്ച് ഒക്ടോബർ 7 അറ്റാക്കിനെ മാസ്റ്റർ മൈൻഡ് എന്നുകൂടിയാണ് വിളിക്കുന്നത്. ഇതാണ് അവിടെ കാണാൻ സാധിക്കുക. ഇനി മറ്റൊരു വാർത്ത ബംഗ്ലാദേശിൽ നിന്ന് വന്നതാണ്. ഇത് നമ്മളെ സമാധാനമത വാർത്തയായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അതിൽ നിങ്ങൾക്ക് കാണാം ബംഗ്ലാദേശിൽ കുറച്ച് നാൾ മുന്നേ വരെ നമ്മൾ കേട്ടോണ്ട് ഹിന്ദുക്കളെ വേട്ടയാടുന്നത്, മൈനോറിറ്റീസ് അവരെ വേട്ടയാടുന്നതിൻ്റെ കൂടുതൽ ഹിന്ദുക്കളെയായിരുന്നു ആദ്യം നോട്ടം വിട്ടിരുന്നത്. അതിനുശേഷം ബുദ്ധന്മാരെ, ജൈനന്മാരെ ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതെ വീണ്ടും അത് കഴിഞ്ഞിട്ട് സൂഫികൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഈ സൂഫികളും ബംഗ്ലാദേശിൽ ഒരു മൈനോറിറ്റിയാണ്. അവരുടെ ചില സംഗതികൾക്കെതിരെ, അവരുടെ ഷ്രൈൻസ്, ഇപ്പോൾ അജ്മീർ, ഖ്വാജ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ചെയ്യാറുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള ചില സംഗതികൾ. ഇവർക്ക് മൊത്തം പാട്ടാണ്, പുകയും പാട്ടും കഞ്ചാവും ഒക്കെയാണ് ഈ സൂഫികളുടെ പരിപാടി. അതിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്, അത് അറ്റാക്ക് ചെയ്യുന്നതിലേക്ക്. അതിപ്പോൾ വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഉൺറ എന്ന് പറയുന്ന പാലസ്തീനിൽ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് UN കീഴിൽ ഉള്ളൊരു ബോഡി ഈ എയ്ഡ് സപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇതിൽപ്പെട്ട ചില തൊഴിലാളികളായിരുന്നു ഒക്ടോബർ 7 തീവ്രവാദികളായിട്ട് അപ്പുറത്ത് പോയിട്ട് ജൂതന്മാരെ വെട്ടിക്കൊന്നതും ഹോസ്റ്റേഴ്സായിട്ട് പിടിച്ചുകൊണ്ട് വന്നതും അവരെ ബലാത്സംഗം ചെയ്തും കാർക്കിച്ച് തുപ്പിയതൊക്കെ അല്ലാഹു അക്ബർ വിളിച്ചടക്കം. ആ ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ UN അവർക്കെതിരെ ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ പ്രോസിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ഇതാണ് ഇവിടെ കാണുന്നത്. അതായത് തീവ്രവാദികൾക്ക് പിന്തുണയുമായിട്ട് UN എന്ന് പറയുന്ന ഒരു ബോഡിയുടെ ക്രെഡിബിലിറ്റി 100% നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ. കാരണം എന്താണ്, ഒരു വശത്തെ മാത്രം പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ പേജറിൻ്റെ വിഷയം വരുമ്പോൾ പോലും ഈ പേജർ പൊട്ടിത്തെറിച്ച് ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുന്നേ മാസങ്ങളോളമായിട്ട് നോർത്തേൺ ഇസ്രായേലിലേക്ക് നിരന്തരം ഇതുപോലെ ബോംബും അതുപോലെ റോക്കറ്റും ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഹിസ്ബുള്ള. അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് തിരിച്ചങ്ങോട്ട് ഈ ഒരു പേജറിൻ്റെ പരിപാടി കൊടുത്ത് അതിനുശേഷം ഇന്നിപ്പോൾ ഹിസ്ബുള്ള എല്ലാം ഇന്നിപ്പോൾ ഹിസ്ബോളില്ലമാരായിട്ട് മാറിയത്. അപ്പോൾ ഇപ്പോൾ പ്രശ്നം എന്താണ്, പേജർ അത് പ്രശ്നമാണ്, അതൊരു തീവ്രവാദമാണെന്നാണ് പറയുന്നത്. 2 കുട്ടികൾ മരിച്ചു എന്നാണ് പറയുന്നത്. 2 കുട്ടികൾ മരിച്ചത് പ്രശ്നം തന്നെയാണ്. ഇതിൻ്റെ ഒരു കൊളാറ്ററൽ ഡാമേജ് എന്ന് പറയുന്നതാണ് അത്. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് 5000 പേജറുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ അതിനകത്ത് 2 പേര് ഇതുപോലെ മാറിപ്പൊട്ടുന്ന ഒരവസ്ഥ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്പെസിഫിസിറ്റി ആൻഡ് അതിൻ്റെ പ്രിസിഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. 5000 പൊട്ടുമ്പോൾ അതിനകത്ത് 2 പേര് മാറിപ്പൊട്ടുന്നു. ഹ്യൂജ് ആണ് അതിൻ്റെ പ്രിസിഷൻ എന്ന് പറയുന്നത്. നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇപ്പോൾ പറയുന്നത് വളരെ പ്രിസൈസായിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്ന സംഘടനയല്ലേ മൊസാദ്, പിന്നെ എന്തിനത് ചെയ്തു? ഇതിനേക്കാൾ പ്രിസൈസായിട്ട് ചെയ്തുകൂടെ എന്നാണ് ചോദിക്കണം. ഇതിനേക്കാൾ പ്രിസൈസായിട്ട് ചെയ്യാൻ കഴിയുന്ന എന്താണുള്ളതെന്നും കൂടി ഒന്ന് പറഞ്ഞാൽ നല്ലത്. ഒന്നുകിൽ അത് ഇതിന് മുന്നേ വരെ നിങ്ങൾ പറഞ്ഞിരുന്നത് എന്താണ്, പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മളപ്പോൾ ചോദിക്കണം, ഓക്കെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. അതായത് ഇത്ര നാളും 100 കണക്കിന് ഈ റോക്കറ്റും ബോംബും എല്ലാ ദിവസവും ഓരോ മണിക്കൂറിലും വിട്ടുകൊണ്ടിരുന്ന ഹിസ്ബുള്ള, അവർക്ക് തിരിച്ചങ്ങോട്ട് ഇതുപോലെ കണ്ണുമൂക്കുമില്ലാതെ ഇസ്രായേൽ തിരിച്ചു വിടുന്നതും ഓപ്ഷൻ നമ്പർ A.
അല്ലെങ്കിൽ ഓപ്ഷൻ നമ്പർ 1 അത്. 2 ഇപ്പോൾ പേജറിൻ്റെ അറ്റാക്ക് നടത്തിയത്. ഇതിലേതാണ് യഥാർത്ഥത്തിൽ നല്ല ഓപ്ഷൻ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറയും ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 1 ചെയ്താൽ നിങ്ങളിത് പറയും, ഓ ദേ സിവിലിയൻസിനൊക്കെ ഒന്നും ആകെ പ്രശ്നമായി എന്ന് നിങ്ങൾ പറയും. ഓപ്ഷൻ 2 ചെയ്താൽ പറയും, ഓ 2 കുട്ടികൾ മരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നും കൂടി നിങ്ങളൊന്ന് പറഞ്ഞുതരാം. ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. സ്വയം ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശം അത് ഇസ്രായേലിനുണ്ട് എന്ന് സമ്മതിക്കാത്ത കാലത്തോളം ഈ യുദ്ധത്തിൽ ഒരു നീക്കുപോക്കുണ്ടാകില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി അടുത്തത് ഇതിൽ ഒരു മേമ്പൊടിക്കായിട്ടൊരു ചെറിയ കാര്യം കൂടി പറയുകയാണ്. 70 പേരെ കൊന്നിരിക്കുകയാണ് മാലിയിൽ, അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബമാക്കോ എന്ന് പറയുന്ന സ്ഥലത്ത്. ആരാ ചെയ്തത് എന്നല്ലേ, കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, നമ്മുടെ ടീം തന്നെയാണ്. ജമാഅത്ത് നുസ്രത്ത് ഉൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, JNIM എന്ന് പറയുന്ന പുതിയ ഒരു സംഘടനയൊന്നുമല്ല, നിങ്ങൾക്ക് കേട്ട് പരിചയം അത് ഇല്ലാന്നേ ഉള്ളൂ. കാരണം ഇവർ ഏറ്റവും കൂടുതൽ അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹേൽ എന്ന് പറയുന്ന ഒരു റീജിയൻ, അതായത് ആഫ്രിക്കയുടെ ആ ഒരു ഭാഗത്താണ്. അപ്പോൾ മാലി എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്താണ് ഈ അറ്റാക്ക് നടന്നിട്ടുള്ളത്. മാലി അത്യാവശ്യം നല്ലൊരു നഗരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബൂമിങ് ആയിട്ടുള്ളൊരു സിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിനെ കഴിഞ്ഞ ഒരു 2013-15 ശേഷം ഈ ഒരു സാധനം പിടികൂടിയിരിക്കുകയാണ്, ഈ ഒരു വൈറസ്, അതായത് JNIM എന്ന് പറയുന്ന ഈ ഒരു വൈറസ്. ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ്, ISൻ്റെ മറ്റൊരു ഓപ്ഷൂട്ടാണ്. അപ്പോൾ ഒരു രക്ഷയില്ല, ആ നാട് കുട്ടിച്ചോറാക്കാൻ വേണ്ടി തന്നെയാണ് അവർ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇനി അവസാനമായിട്ട് എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം, ഇതാണല്ലോ എല്ലാവരും ചോദിക്കാറുള്ളത്. നമ്മളെപ്പോഴും പറയാറുള്ള ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2024 ഫെബ്രുവരിയിൽ വന്ന കണക്കാണ്, നമുക്കൊന്ന് കണ്ടേക്കാം. അപ്പോൾ അതിൽ ഓവറോൾ റിസൾട്ട്സ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാം. ഏറ്റവും കൂടുതൽ കാണുന്ന ആ സ്ഥലങ്ങൾ ആ ചുമപ്പ് മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിൽ 20 ഡെഡ്ലിയസ്റ്റ് അറ്റാക്സ് നമ്മളെടുക്കുക. 20 എണ്ണത്തിൻ്റെ പേര് വിവരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കാണാം. ഇസ്രായേൽ ഹമാസ്, നൈജീരിയ JNIM, സിറിയയിൽ അവിടെ സെപ്പറേറ്റിസ്റ്റ് നാഷണലിസ്റ്റ് ഓർഗനൈസേഷൻസ്, പാകിസ്ഥാനിൽ തെഹ്രീക്ക് താലിബാൻ TTP, ബുർക്കിന ഫാസോ ഇസ്ലാമിക് സ്റ്റേറ്റ്, ബുർക്കിന ഫാസോ JNIM, ബുർക്കിന ഫാസോ ജിഹാദിസ്റ്റ്, മാലിയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സാധനം ഇസ്ലാമിക് സ്റ്റേറ്റ്, നൈജീരിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്, ബുർക്കിന ഫാസോ JNIM, 10 10 ഇസ്ലാമാണ്. ഇനി 11 സൊമാലിയയിൽ അൽ ഷബാബ്, പാകിസ്ഥാനിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ പ്രോവിൻസ് ISKP, ഇനി സിറിയയിൽ ഷിയ മിലീഷ്യ, ബുർക്കിന ഫാസോ JNIM, പാകിസ്ഥാൻ ജിഹാദിസ്റ്റ്, നൈജീരിയ ഇസ്ലാമിക് സ്റ്റേറ്റ്, ബുർക്കിന ഫാസോ ഇസ്ലാമിക് സ്റ്റേറ്റ്, മാലി JNIM, നൈജീരിയ ഇസ്ലാമിക് സ്റ്റേറ്റ്, വെസ്റ്റ് ആഫ്രിക്ക ISWO മറ്റൊരു സഹോദര സ്ഥാപനമാണ്, ബുർക്കിന ഫാസോ ജിഹാദിസ്റ്റ്. നിങ്ങൾ പറയൂ, ഇതിൽ എവിടെയാണ് മറ്റൊരു മതമുള്ളത്? എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എല്ലാവരും ചോദിക്കാറുണ്ട്. ഇതാണ് അതിൻ്റെ കാരണം. 20 20 ഔട്ട് ഓഫ് 20 ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ്. ഇവിടെ നമ്മൾ വെറുതെ ഹിന്ദു മതത്തെ വിമർശിക്കേണ്ട കാര്യമില്ല, ഇവിടെ വെറുതെ ക്രിസ്ത്യാനിയെ കൊണ്ടുവരേണ്ട കാര്യമില്ല, ജൂതനെ കൊണ്ടുവരേണ്ട കാര്യമില്ല, മതമുള്ളവനെ ഇല്ലാത്തവനെ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് പറയണം, ഇസ്ലാം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം, ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻ തന്നെയാണ് പ്രശ്നം. ഇനി ഏറ്റവും കൂടുതൽ ഈ ടെറർ കൊണ്ട് വലയുന്ന 10 രാജ്യങ്ങൾ, 1 ബുർക്കിന ഫാസോ, അവിടെ ഇസ്ലാമാണ് പ്രശ്നം. ഇസ്രായേൽ ഹമാസിൻ്റെ പ്രശ്നം ഇസ്ലാമാണ്. മാലി ഇപ്പോൾ നമ്മൾ കണ്ടു, ബുർക്കിന ഫാസോയിൽ ഉള്ളതുപോലെ തന്നെ പാകിസ്ഥാൻ, സിറിയ, അഫ്ഗാനിസ്ഥാൻ, സൊമാലിയ, നൈജീരിയ, മ്യാൻമാർ, നൈജീരിയ. ഇതിലേതാണ് ക്രിസ്ത്യാനി പ്രശ്നം ഉണ്ടാക്കുന്ന രാജ്യം? ഇതിലേതാണ് ഹിന്ദു പ്രശ്നം ഉണ്ടാക്കുന്ന രാജ്യം? ഇതിലേതാണ് ജൂതൻ പ്രശ്നം ഉണ്ടാക്കുന്ന രാജ്യം? ഇതിലേതാണ് ജൈന മതക്കാരൻ പ്രശ്നം ഉണ്ടാക്കുന്ന രാജ്യം? ഇതിലേതാണ് മതമില്ലാത്ത ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്ന രാജ്യം? നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇസ്ലാമിനെ പറയും, അന്നേരം നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇനി ടോപ്പ് 4 ടെറർ ഓർഗനൈസേഷൻസ് 2023 1 ഹമാസ്, 2 JNIM, 3 അൽ ഷബാബ്, 4 ഇസ്ലാമിക് സ്റ്റേറ്റ്. 4 ഹിന്ദു ടെറർ ഓർഗനൈസേഷൻസാണ്. മാറാൻ പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയൂ, ഇനി എന്തിന് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കണം? ഈ 4 ഹിന്ദു ടെറർ ഓർഗനൈസേഷൻസ് അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ഹിന്ദു മതത്തെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണ് സുഹൃത്തുക്കളെ ഇങ്ങനെ മനസ്സിലാക്കാത്തത്? ഇതിന് തൊട്ട് മുന്നത്തെ 2022 കണക്ക്, ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ ഷബാബ്, JNIM, BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ഇതെല്ലാം ഇസ്ലാമുമായിട്ട് ബന്ധം. BLA മാത്രം ഒരു എന്താ പറയുക, അവരുടെ എത്നിക് ആയിട്ടുള്ളൊരു റീസണാണെന്ന് പറയാം. അപ്പോഴും 3 എണ്ണവും ഇസ്ലാമുമായിട്ട് ബന്ധം തന്നെയാണ്, ഹിന്ദുമതമായിട്ട് ബന്ധം തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഹിന്ദുമതത്തെ ഇങ്ങനെ വിമർശിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടർന്നും ഹിന്ദുമതത്തെ വിമർശിക്കും. നമ്മൾ തുടർന്നും ഇതുപോലെ ഇത്രമാത്രം ആഗോള ടെറർ ഓർഗനൈസേഷൻ്റെ ഒക്കെ ഇതുപോലെ ഇത്രമാത്രം പ്രശ്നം, ഇസ്രായേലിലെ പ്രശ്നം, ബുർക്കിന ഫാസോയിൽ അടക്കം പ്രശ്നം, അവരൊക്കെ ഇങ്ങനെ സംസ്കൃതത്തിൽ ഓതിയിട്ടാണ് മറ്റെന്താണ് അള്ളാഹു അക്ബറാഹ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പൊട്ടിത്തെറിക്കുന്നത്. പിന്നെ എങ്ങനെ നമുക്ക് ഹിന്ദു മതത്തെ വിമർശിക്കാതിരിക്കാൻ പറ്റും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് പറഞ്ഞതിൻ്റെ കാരണം ഷാജാൻ സ്കറിയയും കൂടി അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, ഇസ്ലാം എന്ന് പറയുന്ന ഒരു വലിയ ആഗോള പ്രശ്നമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മളെപ്പോലുള്ള ആളുകൾ
ഈ സാധനം ഇന്ത്യയിലും വളരുന്നു, അത് തിരിച്ചറിഞ്ഞ വ്യക്തികൾ എന്നുള്ള രീതിയിലാണ് ഇതിനെ ഈ രീതിയിൽ വിമർശിക്കുന്നത്. കാരണം എന്താണ്, ഏതൊരു മുസ്ലിമിനും ഈ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമാകാൻ കഴിയും. കാരണം എന്താണ്, ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദിയാണ്, പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിമുമാണ്. കാരണം എന്താണ്, അവൻ ഇസ്ലാം പഠിക്കാനുള്ള അവസരം കേരളത്തിൽ കൂടുതലാണ്. പഠിച്ചാൽ ഒന്നുകിൽ പൊട്ടും അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആവും. ഇന്ന് നമ്മൾ ഇട്ട ആ ഒരു കോയ പോലീസ് അതിനൊരു ബെസ്റ്റ് ഉദാഹരണമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുന്നേ വരെ അദ്ദേഹം ഓണമുണ്ട് നടന്നിരുന്ന ഒരു സാധാ പോലീസുകാരനായിരുന്നു. ഇന്ന് അയാൾ ഓണം ഉണ്ണാറില്ല. കാരണം എന്താണ്, ഇന്ന് അയാൾ ഒരു സലഫിയാണ്. ഇതാണ് അയാൾ പച്ചയ്ക്ക് നമ്മളോട് പറഞ്ഞത്. അയാൾക്ക് പറയാൻ പോലും മടി. കാരണം പറഞ്ഞാൽ അതെന്തോ മോശമാണെന്ന് പുള്ളിക്കറിയാം, പക്ഷേ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ വിളിച്ച് കുടുങ്ങിയതാണ് പുള്ളി പിന്നെയും വിളിച്ചിരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പടച്ചവനോട് പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ സർവീസിനൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, അള്ളാഹു രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ ആളെ വിട്ടിട്ടുണ്ട്. ആൾക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വലിയ ബുദ്ധിമുട്ട്. ഇനി നിങ്ങൾ വലിയ വേട്ടയൊക്കെ ആയിട്ട് ഈ ഷാജൻ സ്കറിയയൊക്കെ വേട്ടയാടാൻ പോയ പോലെയൊക്കെ വേട്ടയുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് നമ്മൾ മാപ്പാക്കണം എന്നും കൂടി ഒന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ഈ ഒരു വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടിയൊക്കെ സത്യം പറഞ്ഞാൽ ലോ വോൾട്ടേജ് ജിഹാദി പാർട്ടി തന്നെയാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഷാജൻ സ്കറിയയ്ക്ക് ഇതുപോലെയുള്ള ഞെട്ടലുകൾ ഇനിയും ഉണ്ടാകും. അതുകൊണ്ട് ഞെട്ടി നിങ്ങൾ ജീവിതം ഞെട്ടി തീർത്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ പ്രണയലേഖനം ഞാനിന്നിവിടെ എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇസ്ലാം മത വിമർശനം നടത്തണമെന്നും പറയുന്നില്ല, പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആശയം അത് സമൂഹത്തിലുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പ്, അത് ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മറ്റാളുകളെ പോലും ഐഡൻറ്റിറ്റി എടുത്തു വെച്ച് പറയാൻ, ജനാധിപത്യത്തിൽ നിന്നും മതേതര മൂല്യങ്ങളിൽ നിന്നും അകലാൻ കാരണമാക്കുന്നു ഈ മുസ്ലിം ലീഗ്. അത് നമ്മൾ പറയണം, തിരിച്ചറിയണം. അത് പറയേണ്ട വ്യക്തി ആണ്, പറയാൻ സാധിക്കുന്ന ഏറ്റവും ഉച്ചത്തിൽ പറയാൻ പറ്റുന്ന വ്യക്തിയാണ് ഷാജൻ സ്കറിയ പോലുള്ള ആളുകൾ. സ്വന്തമായിട്ട് ഇതുപോലെ ഒരു മീഡിയം ഉള്ളപ്പോൾ അതുകൊണ്ട് അത് പറയണം. ജനാധിപത്യ മൂല്യങ്ങൾക്കും പത്രസ്വാതന്ത്ര്യത്തിനും കൂടെ നിൽക്കാൻ നമ്മളുണ്ട്, നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. നിങ്ങളുടെ ആ ഒരു ഇൻറ്റഗ്രിറ്റി, ഈ കേസുകളിൽ നിങ്ങൾ പുറത്തു വന്ന രീതി നമ്മളെ വല്ലാതെ ആകർഷിച്ചു, ഹഠാത് ആകർഷിച്ചു എന്ന് തന്നെ പറയുകയാണ്. എക്സെപ്റ്റ് നമ്മളുടെ ഈ ഇതര വൈദ്യത്തിൻ്റെ കാര്യത്തിൽ അത് മാത്രം ഒരു പരിഭവമായിട്ടും കൂടി പറഞ്ഞ് ചേർത്തുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. നമ്മൾ ഇന്നലെ നടത്തിയ ബ്രെയിൻ സർജറിയെക്കുറിച്ച് ഒരു ചെറിയ 1-2 കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇന്നിങ്ങനെ കണ്ടപ്പോൾ ഇതൊന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. ബാക്കി നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും വരാം മറ്റൊരു വീഡിയോയുമായിട്ട്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. കാക്കമാരുടെ ആ ഒരു റിപ്പോർട്ടിംഗ് പരിപാടിയൊക്കെ വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു അയവ് വന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ യെല്ലോ റെസ്ട്രിക്ഷൻ വരുന്നതിനൊക്കെ ചെറിയൊരു അയവ് കാണുന്നുണ്ട്, ഉറപ്പാക്കാനായിട്ടില്ല. എന്തായാലും തുടർന്നും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി കൂടെ തന്നെ ഉണ്ടാകണം എന്നും കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.